ഈ സദസ്സിൽ സന്നിഹിതരായ ഏവരുമേ, ഇതിൻ്റെ റെക്കോർഡഡ് ഫോം ഇനി കേൾക്കാനിരിക്കുന്ന ഏവരുമേ, എല്ലാവർക്കും എൻ്റെ നമോവാകം. ആദ്യമായി ഋഷി ഗ്ലോബലിൻ്റെ 24ാമത്തെ വാർഷികം സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഋഷി ഞാനുമായി ആദ്യമായി ബന്ധപ്പെടുന്നത് ഞാൻ ജയിൽ DGP ആയിരുന്നപ്പോഴാണ്. 2009 ഞാൻ ജയിൽ DGP ആയി. 4 വർഷത്തോളം അവിടെ DGP ആയിരുന്നു. ജയിലിനകത്തപ്പോഴും അടിപിടിയും ചീത്തവിളിയും ബഹളങ്ങളുമാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2 കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ പറ്റിയത്. അസംബ്ലിയിൽ മുഖ്യമന്ത്രിയെ ബ്രീഫ് ചെയ്യാൻ പോയി. അസംബ്ലിയിൽ ഭയങ്കര ബഹളം 3 മണിക്കൂർ. ഇവിടെ വിലക്കയറ്റം കാരണം മനുഷ്യന് ആഹാരം കഴിക്കാൻ പറ്റില്ല, ചപ്പാത്തിക്ക് 8 രൂപ വില എന്നൊക്കെയായിരുന്നു ബഹളം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, അസംബ്ലി കിടന്ന് ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ സാറേ, ഇത് വില കുറച്ചങ്ങോട്ട് വിൽക്കണം. അതെങ്ങനെ പറ്റും അലക്സേ? ഞാൻ പറഞ്ഞു, ജയിലിലൊരു 16,000 പേര് തൊഴിലില്ലാതെ കിടക്കുകയാണ്. അവരെ ഉപയോഗിച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 8 രൂപ വിലയുള്ള ചപ്പാത്തി 2 രൂപയ്ക്കും, 30 രൂപ വിലയുള്ള വെജിറ്റബിൾ കറി 10 രൂപയ്ക്കും, 80 രൂപ വിലയുള്ള ചിക്കൻ കറി 20 രൂപയ്ക്കും മാർക്കറ്റിലിറക്കി. ഈ 32 രൂപ ശമ്പളം കിട്ടിയിരുന്ന ജയിലിലെ കുറ്റാളികൾക്ക് 200 രൂപ ശമ്പളം കിട്ടി. മാസം 5000 രൂപ വീട്ടിലോട്ട് അയക്കാൻ തുടങ്ങി, ഭാര്യയ്ക്കും മക്കൾക്കും. ഇന്ന് 10 ലക്ഷത്തോളം ചപ്പാത്തിയാണ് കേരളത്തിൽ ഒരു ദിവസം വിറ്റഴിക്കുന്നത്. രണ്ടാമതായി അവർക്ക് മാനസിക പരിവർത്തനം നടത്തണം. ആദ്യമായി ഈശ്വരചിന്തയോ സന്മാർഗ ചിന്തയോ ഒന്നുമില്ലാത്ത തടവുള്ളികൾക്കായി എല്ലാ മതങ്ങളുടെയും ആരാധനകൾ ജയിലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിന്ദുക്കളുടെ സന്യാസിമാരെ വിളിച്ചു, അവരോട് ജയിലിൽ വന്ന് ഹിന്ദുമതത്തെപ്പറ്റി പറയാൻ പറഞ്ഞു, സദാചാരം എന്താണെന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. ക്രിസ്ത്യൻ പാതിരിമാരെ വിളിച്ചു, അവരോട് വിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ അർപ്പിക്കാം, കുമ്പസാരം കേൾക്കണമെങ്കിൽ കുമ്പസാരം കേൾക്കാം. മുസ്ലിങ്ങളോട് വന്നിട്ട് നബിദിനവും റംസാൻ നോയമ്പ് ആചരിക്കാൻ പറഞ്ഞു. അപ്പോൾ റംസാൻ നോയമ്പ് ആചരിക്കുമ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ ചിക്കൻ ബിരിയാണി കൊടുക്കണം. ഞാൻ പറഞ്ഞു, മുസ്ലിം മാത്രം കൊടുക്കാൻ ഒക്കത്തില്ല, ജയിലിലെ മുഴുവൻ പേരും കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ട് സന്ധ്യയാകുമ്പോൾ 2000 ചിക്കൻ ബിരിയാണിയാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വരുന്നത്. നോർമൽ ഫുഡ് കൂടാതെ ചിക്കൻ ബിരിയാണി കിട്ടിയാൽ തടവുകാർക്ക് ഭയങ്കര സന്തോഷം. മാനസിക പരിവർത്തനം നടത്താൻ വേണ്ടി അവിടെ ഋഷി സാഗർ ഉൾപ്പെടെ 4 പേർ വന്നു. അതിൽ ഋഷി സാഗർ എല്ലാ ജയിലും സന്ദർശിച്ച് അവരുടെ അവസ്ഥകളെപ്പറ്റിയും അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റിയും സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിച്ചു. 2013 സുപ്രീം കോടതി ജഡ്ജി ഇവിടെ വന്നു. അങ്ങനെ ചീഫ് മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ ആ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ ജയിലിൽ സമഗ്രമായ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള വലിയൊരു പ്രോസസ്സിൽ ഋഷി സാഗർ സന്നിഹിതനായിരുന്നു. അദ്ദേഹം നടത്തുന്ന വലിയ പ്രവർത്തനങ്ങൾക്ക് സർവ്വതാ പിന്തുണ എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗായത്രി മന്ത്രത്തെപ്പറ്റിയുള്ള പുസ്തകം അദ്ദേഹം രചിച്ചപ്പോൾ അതിൻ്റെ അവതാരിക എഴുതാനും എന്നെ അദ്ദേഹം ക്ഷണിക്കുകയും അത് ചെയ്യാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുകയും ചെയ്തു. 18ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. വളരെ സാരമായ രീതിയിൽ കർമ്മപരിപാടികൾ പുരോഗമിക്കുകയാണ്. 2 MA ഒരു PhD എടുത്തത് നിർത്തിക്കളഞ്ഞു. നിർത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ 4 MA 2 PhD എടുത്തോണ്ട് എന്നെ ഒന്ന് ഓവർടേക്ക് ചെയ്യണം ഋഷി സാഗർ എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. പഠനം തുടരണം. ഞാൻ പോലീസിലായി ആയതുകൊണ്ട് എൻ്റെ പഠനം തുടരാൻ പറ്റിയില്ല. 4 MA 2 PhD നിന്നുപോയി. ഋഷി ഗ്ലോബലിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളൊന്നാണ് ഇവിടെ നടക്കുന്ന സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും അത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും. എൻ്റെ ഇളയ മകൾ സൈക്കോളജിയിൽ ക്ലിനിക്കൽ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തിട്ട് ഓട്ടിസത്തെ പറ്റി PhD എടുത്ത് ഇപ്പോൾ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്ത് അത്ഭുതമാണ് ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്. ക്യാൻസറിൻ്റെ 40% ക്യാൻസർ സൈക്കിക് ക്യാൻസേഴ്സാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്താൽ ആ മനുഷ്യന് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം, വന്ന ക്യാൻസർ ഒഴിവാക്കാം. ഹാർട്ട് അറ്റാക്കിൻ്റെ 3-1 സൈക്കിക് ഹാർട്ട് അറ്റാക്സാണ്. ഡയബറ്റീസും BP കൊണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, അമിതമായി കൊഴുപ്പ് കഴിച്ച ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. പക്ഷെ 3-1 ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് സിംപ്ലി സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. മനുഷ്യന് ശരീരത്തിൽ സ്കിൻ ഡിസീസ് വരും, സോറിയാസിസ് വരും. 3-1 സോറിയാസിസ് പരിഹരിക്കാൻ ഒരു മരുന്നും വേണ്ട.
സിമ്പിൾ സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ പറ്റും. തളച്ചോട് വളരാത്ത കുട്ടികൾക്ക് ഓട്ടിസം വരും. ആ ഓട്ടിസത്തിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് എൻ്റെ മോള്. എത്രയോ നൂറുകണക്കിന് കുട്ടികളെയാണ് ഓട്ടിസത്തിൽ നിന്ന് മോള് രക്ഷിക്കുന്നത്. അപ്പോൾ വൈദ്യശാസ്ത്രത്തെ പോലെ തന്നെ ലോകത്തിലെ ആളുകൾക്ക് ശരീരത്തിന് ആരോഗ്യവും മാനസികാരോഗ്യം കൊടുത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ്. ഞാൻ വനിതാ കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്നു. ആയിരക്കണക്കിന് ഡൈവോഴ്സ് കേസ് ഞാൻ ഇടപെട്ട് കൗൺസിലിംഗ് കൊടുത്ത് ഭർത്താവിനെ വരെ റീജോയിൻ ചെയ്ത് 5 കേസിൽ ഡൈവോഴ്സ് ആയ കേസ് തിരിച്ച് ഞാൻ മാരി ചെയ്യിച്ച് സുഖമായിട്ട് അവരൊക്കെ ജീവിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ് ഋഷി ഗ്ലോബൽ നടത്തുന്ന ഈ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെയാണ് ഋഷി ഗ്ലോബൽ നടത്തുന്ന പ്രസിദ്ധമായ പുസ്തക രചനയിലൂടെ നടക്കുന്ന അത്ഭുതം. 18 പുസ്തകങ്ങളും 1000-ഓളം കവിതകളും ഋഷി സാഗർ രചിച്ചു. ആ രംഗത്ത് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ പണ്ട് ഒരു മീറ്റിംഗ് നടത്തിയാൽ 500 പേരെ കേൾക്കാൻ നമ്മളൊരു പ്രസംഗം നടത്തുന്നു, 500 പേര് മാത്രമേ ഇത് കേൾക്കുള്ളൂ. ഇപ്പോൾ അതല്ല, ഇപ്പോൾ ഇലക്ട്രോണിക് യുഗമാണ്. ഞാൻ NSSൻ്റെ വാർഷികത്തിന് മന്നം മെമ്മോറിയൽ സ്പീച്ച് നടത്താൻ പോയി. ചെന്നപ്പോൾ 25,000 ജനം എങ്ങനെ നിൽക്കുന്നു. പക്ഷേ പ്രസംഗം ലൈവ് ടെലികാസ്റ്റായിരുന്നു. 50 രാജ്യങ്ങളിൽ ഒരേ സമയം എൻ്റെ പ്രസംഗം കേട്ടോണ്ടിരിക്കുകയാണ്. അത് റെക്കോർഡ് ചെയ്തു. ഞാൻ കഴിഞ്ഞ ചെക്ക് ചെയ്തപ്പോൾ 34 ലക്ഷം പേരാണ് എൻ്റെ പ്രസംഗം കേട്ടിരിക്കുന്നത്. ഇതാണ് ഇലക്ട്രോണിക് യുഗം എന്ന് പറയുന്നത്. ചിന്മയാനന്ദ സ്വാമി ഭഗവത്ഗീതയെപ്പറ്റി ഒരു സീരീസ് ഇറക്കി, 18 വോളിയം. ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമി ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞു അദ്ദേഹം പ്രസംഗം റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്ന് വെയിറ്റ് ചെയ്തു. ആകെ ചിന്മയാനന്ദ സ്വാമിയും ഒരു മൈക്കും ഒരു ക്യാമറമാനും, ഇവർ 3 പേരേ ഉള്ളൂ, വേറെ ഒരു സന്യാസ സഹായിക്കാനാണ്. അദ്ദേഹം ആശ്രമത്തിൽ ഇരുന്നുകൊണ്ട് 4 പേര് കേൾക്ക ചെയ്ത പ്രസംഗങ്ങളാണ് നമ്മളീ കേൾക്കുന്ന 18 വോളിയം ഭഗവത്ഗീത. അതിലെ പല വോളിയംസും 1 കോടിയിലേറെ ആളുകൾ കണ്ടിരിക്കുകയാണ്. 1 കോടിയിലേറെ. ഇവിടെ ഋഷി സാഗർ ഇരുന്നൊരു പ്രസംഗം റെക്കോർഡ് ചെയ്താൽ ആ പ്രസംഗം ഇന്ന് ഗ്ലോബലായി പോയി കഴിയുമ്പോൾ ലക്ഷങ്ങളും കോടികളുമാണ് ആ പ്രസംഗം കേൾക്കുന്നത്. ഞാൻ ആലപ്പുഴ ഒരു നബിദിനത്തിന് പ്രസംഗിക്കാൻ പോയി. അവിടെ ചെന്ന് ഞാൻ 5 മിനിറ്റ് ആശംസ പറയാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തോമസ് ഐസക് സാറ് ഒരു നോട്ട് കൊടുത്ത് വെച്ചു, അലക്സേ എനിക്ക് 1/2 മണിക്കൂർ താമസമുണ്ട്, അലക്സ് 1/2 മണിക്കൂർ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാനൊരു പ്രിപ്പറേഷനില്ല, ജനറൽ നോളജ് തലച്ചോറിൽ നിന്ന് എടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. 1/2 മണിക്കൂർ തീരാറായപ്പോൾ ഒരു നോട്ട് വന്നു, ഇനി 1/2 മണിക്കൂർ എടുക്കുമെന്ന്. ചുരുക്കം പറഞ്ഞാൽ 5 മിനിറ്റ് ആശംസ പ്രസംഗം നടത്താൻ പോയി ഞാൻ 1.25 മണിക്കൂർ നബി തിരുമേനിയെ പറ്റി എൻ്റെ തലച്ചോറിലിരിക്കുന്ന ജനറൽ നോളജ് ഒരു പ്രസംഗം പ്രസംഗിച്ചു. ആരോ ജനക്കൂട്ടത്തിൽ നിന്ന് റെക്കോർഡ് ചെയ്തു, അവരെടുത്ത് യൂട്യൂബിൽ കൊടുത്തു. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ 38 ലക്ഷം പേര് കണ്ടിരിക്കുകയാണ് ഈ വലിച്ചു കെട്ടി ചെയ്ത പ്രസംഗം. ഇതാണ് ഇന്നത്തെ യുഗം. ഇവിടെ ഒരു മുറിയിലിരുന്ന ഋഷി ഗ്ലോബൽ പ്രവർത്തിച്ചാലുണ്ടല്ലോ, 150 രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊണ്ടിരിക്കും. ആ ഇലക്ട്രോണിക് യുഗത്തിലൊരു ഗ്ലോബൽ പ്രവർത്തനം നടത്താൻ ഋഷി ഗ്ലോബലിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഋഷി എന്ന പദം വരുന്നത് എന്ന വാക്കിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ വാക്കെന്നാണ് അതിൻ്റെ അർത്ഥം, ശബ്ദം. ഋഷി എന്ന് പറഞ്ഞാൽ അറിവിനെ, പണ്ട് നമ്മുടെ വേദങ്ങളൊക്കെ ശ്രുതിയും സ്മൃതിയുമായിട്ടാണ് പോകുന്നത്. ശ്രുതിയായിട്ട് കേൾക്കും, പിന്നെ അത് സ്മൃതിയായി ഓർത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും. പിന്നെ സ്മൃതിയുമായിട്ട് പോയി അവസാനമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തലച്ചോറിൽ കിട്ടുന്ന വിഷൻ, നമ്മളൊന്ന് സൈക്കിക് വിഷൻ എന്ന് പറയും. ആ വിഷനും അറിവും ദർശനവും ഒക്കെ വാക്കാൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് ഋഷി എന്ന് പറയുന്നത്. ആ ഋഷിപ്രോക്ത പരമ്പരകൾ ലോകത്തെ അമ്പരപ്പിച്ച പരമ്പരയാണ്. ലോകത്തിൽ ഋഷിമാരുടെ പേരിൽ അറിയപ്പെടുന്ന ഒരൊറ്റ രാജ്യമുള്ളൂ, സന്യാസിമാരുടെ പേരിൽ അറിയപ്പെടുന്ന രാജ്യം. അതാണ് ആർഷഭാരതം. ആർഷഭാരതം എന്ന് പറഞ്ഞാൽ മഹർഷിമാരുടെ ഋഷിമാരുടെ ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം. ലോകത്തിൽ 230 രാജ്യമുണ്ട്. വേറെ ഒരു രാജ്യവും സന്യാസിമാരുടെ പേരിൽ അറിയപ്പെടുന്നില്ല. ആർഷഭാരതം എന്ന് നമ്മൾ അറിയപ്പെടുന്നു. 6 മാസം മുമ്പ് വരെ നമ്മളെ 200 കൊല്ലം ഭരിച്ച ബ്രിട്ടീഷുകാരനെ ഭരിച്ച പ്രധാനമന്ത്രി ഒരു ഹിന്ദു ആയിരുന്നു. അയാളുടെ പേരും ഋഷി എന്നാണ്. ഋഷി സുനാക്ക് എന്നാണ് അയാളുടെ പേര്. ഋഷി സുനാക്ക് വേറൊരു തരം ഋഷിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുരാണങ്ങളിലെ ഋഷിമാർ, അവരുടെ മന്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായി പലപ്പോഴും ഞാൻ വായിച്ചിരുന്ന് രസിക്കാറുള്ളതാണ്. ആ ഋഷിമാരുടെ വലിയ പ്രവർത്തനങ്ങൾ കാരണം ആദ്യകാലത്ത് സപ്തർഷികളുണ്ടായിരുന്നു.
ആദ്യത്തെ സപ്തർഷികളിൽ നിന്ന് വ്യത്യസ്തമാണ് രണ്ടാമത്തെ ലിസ്റ്റ് ഓഫ് സപ്തർഷികൾ. അവരെഴുതിയ പുസ്തകങ്ങൾ ലോകം മുഴുവൻ നമ്മുടെ വിജ്ഞാനം കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു. ആ വലിയ വിജ്ഞാന പരമ്പരയിൽ നമ്മൾ ഋഷിമാർ ലോകത്തിന് കൊടുത്ത അറിവ് ഇന്ന് ലോകത്തെ അമ്പരപ്പിക്കുന്ന സംഭവമാണ്. ആ വലിയ ഋഷിഭോക്ത പരമ്പരയുടെ ഭാഗമാണ് നിങ്ങളിവിടെ നടത്തുന്ന ഋഷി ഗ്ലോബലിൻ്റെ പ്രവർത്തനങ്ങൾ. പണ്ട് ഋഷി വാക്കാൽ പറയുന്നത് കേട്ട് സ്മൃതിയായിട്ട് പോകാനേ പറ്റുള്ളായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഋഷി പറഞ്ഞാലുണ്ടല്ലോ, ഒറ്റ സ്ട്രോക്കിൽ ലോകം മുഴുവൻ ഇത് കേൾക്കും. ലോകം മുഴുവൻ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തനം ലോകം മുഴുവൻ പോകത്തക്ക ഗ്ലോബലായി അത് പ്രവർത്തിക്കാൻ ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അറിവ് നേടുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അറിവിൻ്റെ പേരിൽ അഹങ്കരിക്കുകയും അറിവിൻ്റെ പേരിൽ തമ്മിത്തല്ലുകയും ചെയ്യുമ്പോഴാണ് അറിവ് നാശത്തിൻ്റേതായി ഭവിക്കുന്നത്. അതുകൊണ്ട് അറിവ് നേടിയ ശേഷം ഈ ലോകത്തിൽ സമാധാനവും ഈ ലോകത്തിൽ അറിവും കൊടുക്കാൻ വേണ്ടി നമുക്ക് അറിവ് പ്രകടിപ്പിക്കാനായി കഴിഞ്ഞിരിക്കണം. ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ അതിർ വരുമ്പോഴേക്കകത്ത് നിന്ന് ചിന്തിക്കരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. ജാതി മത ചിന്തകൾക്കപ്പുറത്തായി ഒന്നിച്ചിരുന്നെങ്കിലേ ഭാരതം രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ഇതിന് വിരുദ്ധമായി സായിപ്പ് നമ്മളെ ഭിന്നിപ്പിക്കാനായി ശ്രമിച്ചു. സായിപ്പ് 1957 വന്നു. അയാൾ നോക്കിയപ്പം ഡൽഹി ഭരിക്കുന്ന മുസ്ലിം, ഔദ് ഭരിക്കുന്ന മുസ്ലിം, ബംഗാൾ ഭരിക്കുന്ന മുസ്ലിം, ആന്ധ്രയിലെ നൈസാം മുസ്ലിം, തെക്കേ ഇന്ത്യയിലെ ഹൈദരാലിയും ടിപ്പുവും മുസ്ലിമിനെതിരെ ഇന്ത്യയിലെ ജനതയെ തിരിക്കണം. അതിനവൻ അതിഗംഭീരമായ ഒരു പ്രവർത്തനം നടത്തി. എനിബഡി ഹൂ ഇസ് നോട്ട് എ മുസ്ലിം ഈസ് എ ഹിന്ദു. ഇതായിരുന്നു അവൻ്റെ പരിപാടി. ഇസ്ലാം മതത്തെ വിമർശിച്ചുള്ള ഗംഭീരമായ പ്രവർത്തനം കൊണ്ട് നടത്തി. അതിന് സായിപ്പെടുത്ത് ഉപയോഗിച്ചത് രാമായണം എന്ന മഹത്തായ നമ്മുടെ ഗ്രന്ഥത്തെയാണ്. രാമായണത്തിൽ ഭരിക്കുന്ന രാജാവ് കുഴപ്പക്കാരനായി. അപ്പോൾ വിദേശത്ത് നിന്ന് വന്ന ഒരാളിൻ്റെ കൂടെ കൂടി ബാലി കുഴപ്പക്കാരനായി മാറിയപ്പോൾ സുഗ്രീവൻ വിദേശത്ത് നിന്ന് ശ്രീരാമൻ്റെ കൂടെ കൂടിയിട്ട് ബാലിയെ ചതിവിൽ കൊന്നിട്ട് ഭരണാധികാരിയായി. രാവണൻ കുഴപ്പക്കാരനായ ഭരണാധികാരിയായി. അതുകൊണ്ട് വിഭീഷണൻ ഇളയവൻ വിദേശത്ത് നിന്ന് ശ്രീരാമൻ്റെ കൂട്ടുകൂടിയിട്ട് രാവണനെ കൊന്നു. നിങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരികൾ മുസ്ലിങ്ങളാണ്, അവന്മാർ കുഴപ്പക്കാരാണ്. അതുകൊണ്ട് വിദേശത്ത് നിന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ഈ മുസ്ലിമിനെ ശരിയാക്കണം. ഇതിൽ രാമായണം എടുത്ത് മിസ്യൂസ് ചെയ്തു ബ്രിട്ടീഷുകാരൻ. അങ്ങനെ ആൻറ്റി മുസ്ലിം പരിപാടി അവൻ കൊണ്ടുവന്നു. ചരിത്രം മുഴുവൻ അവൻ വക്രീകരിച്ച് നശിപ്പിച്ച് നാരണക്കല്ലാക്കിയത്. അങ്ങനെ 1957 പ്ലാസി യുദ്ധം ജയിക്കുകയാണ്. ബ്രിട്ടീഷുകാരൻ വെടിവെച്ചപ്പോൾ ഉണ്ട പുറത്തു വന്നു. സിറാജുദ്ദൗലയുടെ ഒരു തോക്കിൽ നിന്ന് ഉണ്ട പുറത്തു വന്നില്ല. അതിനകത്ത് പിന്നെ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. കൈക്കൂലി കൊടുത്തിട്ട് നമ്മുടെ ആളുകളെ കൊണ്ട് ഇന്ത്യക്കാരനെ തോക്കിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചു. 15 മിനിറ്റ് കൊണ്ട് യുദ്ധം കഴിഞ്ഞു. ബംഗാൾ മുഴുവൻ്റെ കൈ കിട്ടി. വെസ്റ്റ് ബംഗാൾ, ബംഗ്ലാദേശ്, ആസാം ഉൾപ്പെട്ട മുഴുവൻ പ്രദേശങ്ങളും. അത് കഴിഞ്ഞ് 1964 ഈസ്റ്റേൺ യുപിയും ബീഹാറും ഒറീസയും പിടിക്കണം. ഔദിൽ രാജാവിനെ പരാജയപ്പെടുത്തണം. അതിന് സിറാജുദ്ദൗളയെ കൂട്ടുപിടിച്ച് ഇന്ത്യക്കാരെ യുദ്ധം ചെയ്ത് ബാറ്റിൽ ഓഫ് ബക്സർ ജയിച്ചു. ആ മിർജാഫറിൻ്റെ കൊച്ചുമോനായിരുന്നു പാകിസ്ഥാൻ പ്രസിഡൻ്റായിരുന്ന ഇസ്കന്ദർ മിർസ. അത് കഴിഞ്ഞ് ആന്ധ്രയിൽ വന്നു. നൈസാം 1939 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയാളെ ഇന്ന് കൂട്ടുകക്ഷിയായിട്ട് എടുത്തു. യുദ്ധം ചെയ്യാതെ തന്നെ കയ്യിലാക്കി. 1986 ആയപ്പോഴേക്കും ഹൈദരാലിയും ടിപ്പു സൗത്ത് ഇന്ത്യ ഭരിക്കുകയാണ്. അവരല്ല ഭരിക്കുന്നത്. അവിടുത്തെ രാജാവ് വടയാർ രാജവംശമാണ്. അതിൻ്റെ സേനാനായകൻ മാത്രമാണ് ഇവരെ. അവർക്കെതിരെ വികാരം തിരിക്കാൻ വേണ്ടി ടിപ്പുവിനും മറ്റുവിനെതിരെ വിഷം കുത്തിവെച്ചിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി തമിഴ്നാടും കർണാടകവും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കേരളത്തിൻ്റെ മലബാർ മേഖല അവൻ്റെ കയ്യിലായി. 1806 കൊച്ചി രാജ്യം പിടിച്ചു. 1809 വേലുത്തമ്പി മുതലായ പരാജയപ്പെടുത്തി അവർ തിരുവിതാംകൂർ അവരുടെ കസ്റ്റഡിയിലാക്കി. അതോടുകൂടി മഹാരാഷ്ട്രയിലേക്ക് തിരിയുകയാണ്. മഹാരാഷ്ട്രയിലോട്ട് തിരിയുമ്പോൾ മഹാരാഷ്ട്ര ഭരിക്കുന്നത് ഹിന്ദുക്കളാണ്. ഛത്രപതി ശിവജി സന്ധ്യപരമ്പരയാണ്. അപ്പോൾ അവനെ പരാജയപ്പെടുത്തണം. അതിനെന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരടുത്ത് കഥ ഉണ്ടാക്കി. മറാത്തികൾ ഇന്ത്യക്കാരല്ല, മറാത്തികൾ അഫ്ഗാനിസ്ഥാൻ്റെ അപ്പുറത്ത് നിന്ന് കോലാരിൻസ് എന്ന ജനവിഭാഗം താമസിക്കുന്നവരാണ് ഈ മറാത്തികൾ, ഫോറിനറാണ് എന്നൊരു കഥ ഉണ്ടാക്കിയതാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് അവരെ തോൽപ്പിച്ചു. 1918 കിർക്കി യുദ്ധത്തിൽ മറാത്തക്കാരെ തോൽപ്പിച്ചു. പകുതി എണ്ണത്തിനെ വിലക്കെടുത്തു, പകുതി എണ്ണത്തിനെ മറ്റേ സൈഡിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നേരെ പഞ്ചാബിലോട്ടെത്തി. പഞ്ചാബിലെത്തിയപ്പോൾ റാണ രഞ്ജിത് സിംഗ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്.
രഞ്ജിത് സിംഗ് കരുതി കളിയുള്ള നടക്കുമോ? ബ്രിട്ടീഷ് സേനാനായകന്മാർ പറഞ്ഞു രഞ്ജിത് സിംഗിനോട് കളിക്കരുതെന്ന്. അവർ വെയിറ്റ് ചെയ്തു, ഇവൻ ചാവുന്നില്ല. 1939 3 ബ്രിട്ടീഷ് നേതാക്കന്മാർ രഞ്ജിത് സിംഗിനെ കാണാമെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് രഞ്ജിത് സിംഗ് കുഴഞ്ഞു വീണു. ഇവരെന്തോ മധുരപലഹാരം കൊടുത്തു കഴിഞ്ഞാൽ തിന്നപ്പോഴാണ് കുഴഞ്ഞു വീണത്. ഹാർട്ട് അറ്റാക്ക് എന്നവന്മാർ. എനിക്ക് തോന്നുന്നു മിക്കവാറും ജോലി കൂടാതെ ചെയ്തപോലെ വല്ല സൈനൈഡും ഇവന്മാർ കൊടുത്തായിരിക്കും സാധ്യത. 1939 രഞ്ജിത് സിംഗ് മരിച്ചതോടുകൂടി ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ തുടങ്ങി. പഞ്ചാബ്, ഹരിയാന, പാകിസ്ഥാൻ, കാശ്മീർ ഇത്രയും മേഖല അവൻ പിടിച്ചു. അത് കഴിഞ്ഞ് അവൻ 1957 ഡൽഹിയിലേക്ക് വരികയാണ്. ഭരിക്കുന്ന മുഗൾ രാജാവാണ്. അയാളെ കീഴടക്കാൻ വേണ്ടി വന്നു. അപ്പോൾ മുഗളന്മാർക്കെതിരെയുള്ള പ്രചാരണം തുടങ്ങി. അങ്ങനെ 1957 ഡൽഹി പിടിച്ചെടുത്ത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കൃത്യമായ ഒരു കെണിയൊരുക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചത് കോക്കോയ്സിലാണ്. ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്രാപ്രദേശ്, തെക്കേ ഇന്ത്യ, പിന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, പഞ്ചാബ്, ഡൽഹി. അതുകൊണ്ടാണ് ടാഗോർ ജനഗണമന എഴുതിയപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നത്. പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാത്ത, ദ്രാവിഡ, ഉത്കല, ബംഗാൾ. ആൻറ്റി ക്ലോക്ക് ജനഗണമന. നീ എന്നെ ക്ലോക്ക് വൈസിൽ പിടിച്ചെങ്കിൽ ഞാനിത് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1919 ബ്രിട്ടീഷുകാരനൊരു മതം ഉണ്ടാക്കി, ഹിന്ദുയിസം എന്നൊരു മതം. കമ്മ്യൂണിസം, സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷുകാരൻ്റെ ഇസം ചേർത്തൊരു മതം ഉണ്ടാക്കി. ലോകത്തിൽ ഹിന്ദുയിസത്തിന് മതമേ ഇല്ല. സനാതന ധർമ്മം കാസ്പിയൻ കടലിൻ്റെ തീരം തൊട്ട് അങ്ങ് ഓസ്ട്രേലിയയിൽ പരന്നു കിടന്ന സനാതന ധർമ്മം, അതിനകത്ത് അവനൊരു ആർട്ടിഫിഷ്യൽ മതം ഉണ്ടാക്കി, ഹിന്ദു മതം എന്നൊരു മതം, ഹിന്ദുയിസം. 1936 അവരൊരു കഥയുണ്ടാക്കി, ബാബറി മസ്ജിദ്. ബാബർ പള്ളി തകർത്തു എന്നൊരു കഥ. ബാബറിൻ്റെ സൈന്യമോ അയോധ്യയുടെ 200 കിലോമീറ്റർ അടുത്ത് പോലും എത്തിയിട്ടില്ല. കള്ളക്കഥയാണ്. ബാബർ മരിച്ചപ്പോൾ ഹുമയൂണിന് ഒരു വിൽപ്പത്രം കൊടുത്തിരുന്നു, നീ ഹിന്ദുക്കളുടെ ആരാധനാലയം തൊടരുത്, അവരുടെ വിശ്വാസത്തെ ഹനിക്കരുത്, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബാബർ മരിക്കുന്നത്. അയാൾ ക്ഷേത്രം തകർത്തുന്നൊരു കഥ. 1939 ആയപ്പോൾ ജെയിംസ് പ്രിൻസപ്പ് അശോകൻ്റെ ഈഡിക്റ്റുകൾ വായിച്ചപ്പോൾ ബ്രിട്ടീഷുകാരൻ പുതിയൊരു മതം ഉണ്ടാക്കി, ബുദ്ധിസം എന്നൊരു മതം. ബുദ്ധിസം എന്നൊരു മതമില്ല. ബുദ്ധമതം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിൻ്റെ അതിൽ വ്യാഖ്യാനിച്ചൊരു മനുഷ്യനാണ് ഈ ബുദ്ധൻ. ആ ബുദ്ധൻ്റെ ഫോളോവറായി വന്ന അശോകൻ സ്വയം വിളിച്ച പേരെന്താണ്? ദേവനാമ്രിയ, ദേവന്മാർക്ക് പ്രിയങ്കരനായ ടിസ എന്നാണ് അയാൾ സ്വയം വിളിച്ചത്. അയാളൊരു ബുദ്ധമതം വാക്കുപോലും അശോകൻ ഉപയോഗിച്ചിട്ടില്ല. അത് വെച്ചൊരു പുതിയ മതം ഉണ്ടാക്കി. 1942 ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഒരു MP കയറി പ്രസംഗിക്കുകയാണ്. മുഹമ്മദ് ഗസ്നി ഒന്ന് സോംനാഥിലെ ക്ഷേത്രം തകർത്തു, അതിനകത്ത് ഉപയോഗിക്കുന്ന രക്തം ഉണ്ടായിരുന്നു, അതിലെല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ഒരു പ്രസംഗം. 700 വർഷമായിട്ട് സോമനാഥിലെ ക്ഷേത്രം പണിയാൻ അഹമ്മദാബാദിൽ സുൽത്താൻ പൈസ കൊടുത്തിട്ടാണ് ക്ഷേത്രം 5-6 തവണ പുതുക്കി പണിഞ്ഞത്. അത് തകർത്തു തോന്നി സായിപ്പ് 1940 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പ്രസംഗമാണ്. അടിച്ച് പറത്തി ഭയങ്കര കുഴപ്പം. 1946 ആയപ്പോൾ അവരൊരു പുതിയ മതം ഉണ്ടാക്കി, ജൈനിസം എന്നൊരു മതം. ഇസം ചേർത്തിട്ടാണ്. ജൈനൻ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിൻ്റെ ഒരു ഋഷിയ, അല്ല വേറെ ഒരു കാര്യമില്ല. വിഷ്ണുവിൻ്റെ ദശാവതാരത്തിന് 2 ലിസ്റ്റുണ്ട്, മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ, രാമ, കൃഷ്ണ, കൽക്കി. മറ്റേ ലിസ്റ്റിൽ ബലഭദ്രരാമനില്ല. 8ാമത്തെ അവതാരം ഭഗവാൻ കൃഷ്ണു, 9ാമത്തെ അവതാരം ബുദ്ധഭഗവാനുമാണ്. നമ്മുടെ പ്രിയങ്കര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തി. അവിടെ വിഷ്ണുവിൻ്റെ ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. എന്താ ലിസ്റ്റ്? 8 ഭഗവാൻ കൃഷ്ണൻ, 9 ബുദ്ധഭഗവാൻ. പ്രധാനമന്ത്രി അവിടെ അയോധ്യയിൽ കുത്തിവെച്ചിരിക്കുന്ന ദശാവതാരമാണ്. അങ്ങനെ ബുദ്ധന് പ്രത്യേക മതം, ജൈനന് പ്രത്യേക മതം. 1960 പുതിയ മതം ഉണ്ടാക്കി, സിഖിസം എന്നൊരു മതം. വീണ്ടും ഒരു ഇസം ചേർത്തൊരു മതം. എന്തുവാണ് ഈ സിഖ് പന്തം എന്ന് പറയുന്നത്? ഹിന്ദു കുടുംബങ്ങളിൽ ജനിക്കുന്ന മൂത്ത മകനെ മുഗളന്മാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടി ഒരു പന്തിലേക്ക് വിടും. അങ്ങനെ ഹിന്ദുക്കൾ അവരുടെ ആൺമക്കളെ വിട്ട പ്രസ്ഥാനമാണ്. അതിനെ പുതിയൊരു സെപ്പറേറ്റ് മതമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചുണ്ടാക്കി. സിഖുകാരുടെ അമൃത്സറിലെ ഗുർബനിയിലെ 4 അധ്യായം മുഴുവൻ ദശോപനിഷത്താണ്. ഉപനിഷത്താണ് അവിടെ കുത്തിവെച്ചിരിക്കുന്നത്, അല്ലാതെ അവർ വേറെ ഒന്നല്ല കുത്തിവെച്ചിരിക്കുന്നത്. അവിടെയാണ് രസം. അതങ്ങോട്ട് കഴിഞ്ഞ് 1961 അവൻ ഏഷ്യാറ്റിക് സൊസൈറ്റി ഉണ്ടാക്കി. ഹിന്ദുക്കളുടെ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് മുഴുവൻ കള്ളക്കഥകൾ അങ്ങോട്ട് ചേർത്ത് വെച്ചു. കള്ളക്കഥകൾ. അവന് മനുസ്മൃതി അങ്ങോട്ട് പബ്ലിഷ് ചെയ്തു. ശൂദ്രൻ വേദം കേട്ട് അവൻ്റെ ചെവിയിൽ 7 ഒഴുക്കി ഒഴുക്കണമെന്ന് എഴുതി വെച്ചവൻ.
ഒറിജിനൽ മനുസ്മൃതിയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ദർ ഇസ് നോ സച്ച് സെൻറ്റൻസ് ഇൻ ഒറിജിനൽ മനുസ്മൃതി നിങ്ങൾ വായിച്ചോ, അങ്ങനെ സെൻറ്റൻസേ ഇല്ല. ബ്രിട്ടീഷുകാരൻ ചേർത്താണ്. അവൻ പറഞ്ഞു ഏകലവ്യൻ ശൂദ്രനായതുകൊണ്ട് അവൻ്റെ വിരൽ മുറിച്ച് ദ്രോണർ എടുത്തു എന്നാണ്. ഏകലവ്യൻ ആരാണ്? ഭഗവാൻ കൃഷ്ണൻ്റെ കസൻ ബ്രദറാണ് ഏകലവ്യൻ. അദ്ദേഹം നമ്മുടെ നിഷാദ രാജാവിൻ്റെ മോനാണ്. ജരാസന്ധൻ എന്ന് പറയുന്ന കംസൻ്റെ അമ്മായിപ്പൻ്റെ സേനാനായകനാണ്, സേനാൻ്റെ മോനാണ് ഈ ഏകലവ്യൻ. അയാളെങ്ങനെ ശൂദ്രനാവുന്നത്? വല്ല രക്ഷയുണ്ടോ? ഒരു ശൂദ്രനുമല്ല. അവൻ കഥയുണ്ടാക്കി രാമായണത്തിനകത്ത് സ്വപ്നം പോലും കണ്ടാത്തൊരു സെൻറ്റൻസ് എഴുതിച്ചേർത്തു. എന്താണെന്നറിയാമോ? ശംഭു ഋഷി ഒരു ശൂദ്രനായതുകൊണ്ട് എൻ്റെ ജാതി ചോദിച്ചു, ശൂദ്രനാന്ന് പറഞ്ഞപ്പം രാമൻ അവൻ്റെ തല വെട്ടിയെന്ന്. ആരാണ് ഈ ശംഭു? ശംഭു ഒരു മഹർഷിയാണ്. ശംഭു ഋഷി ഹിന്ദുക്കളുടെ മഹർഷിയായ മനുഷ്യനാണ്. അയാൾ നിഷാദ രാജാവിൻ്റെ പ്രധാന പുരോഹിതനാണ്. അയാളെങ്ങനെയാണ് ശൂദ്രനാവുന്നത്? ബ്രിട്ടീഷുകാർ എഴുതി ചേർത്താണ്. അവൻ ശൂദ്രനാകുന്നൊരു കഥ ഉത്തരരാമായണത്തിനകത്ത് എഴുതി ചേർത്ത്. ഇങ്ങനെ അങ്ങോട്ട് വേല കാണിച്ച് അവൻ നശിപ്പിച്ചു. ഭാരതീയർക്ക് 1700 ഉപനിഷത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരൻ ഉപനിഷത്ത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. 1330 ഉപനിഷത്ത് പബ്ലിഷ് ചെയ്തു. ഇന്ത്യക്കാർക്കാകെ ഹിന്ദുക്കൾക്കാകെ 1708 ഉപനിഷത്തേ ഉള്ളൂ. ഈവൻ സംസ്കൃതം അറിയാവുന്ന ആളുകളെ കൊണ്ടുവന്ന് 200 ഉപനിഷത്ത് കള്ള ഉപനിഷത്ത് ഡ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കി 1338 ഉപനിഷത്ത് പബ്ലിഷ് ചെയ്തു. ഇവിടെയാണ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കള്ളക്കളി. അത് കഴിഞ്ഞപ്പോൾ അവരൊരു ചരിത്രം ഉണ്ടാക്കി. ആദ്യം മുസ്ലിങ്ങൾ ഇവിടെ വന്ന് ആക്രമിച്ച് ഒരുപാട് പേരെ കൊന്നു എന്നൊരു കഥ ഉണ്ടാക്കി ആദ്യം. എന്നിട്ടാണ് മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞപ്പോൾ അവൻ കൊണ്ടുവന്നൊരു കളി എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ ജനങ്ങളെല്ലാം പുറത്തുനിന്ന് ഒന്നാണ്. ഇന്ത്യയിലെ 30% ജനങ്ങൾ SC/ST ജനങ്ങളെല്ലാം ആഫ്രിക്കൻ പീപ്പിൾ, ആഫ്രിക്ക ഇങ്ങോട്ട് വന്ന നീഗ്രിറ്റോഡ് പീപ്പിളാണ് ഇവിടുത്തെ SC/STയുടെയും ആദിവാസികളുടെയൊക്കെ പൂർവികർ. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലോട്ട് പുതിയൊരു ജനത വന്നു. അവരാണ് ദ്രാവിഡ വർഗ്ഗക്കാർ. ദ്രാവിഡ വർഗ്ഗക്കാർ ആരാണ്? തുറേനിയൻസ്. തുർക്കിയുടെ ഇറാൻ്റെ അവിടുന്ന് ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്ത തുറേനിയൻസ്, ദ്രാവിഡർ. അവർ തെക്ക് വന്നു. അത് കഴിഞ്ഞ് കോലാരിയൻസ് ഇങ്ങോട്ട് വന്നു. അവരുടെ മക്കളാണ് ഈ നമ്മുടെ മറാത്താക്കാരും ഗുജറാത്തികളും. അത് കഴിഞ്ഞപ്പോൾ ആര്യന്മാർ വന്നു. ആര്യന്മാരുടെ മക്കളാണ് ഇവിടുത്തെ ബ്രാഹ്മണൻ, ക്ഷത്രിയനും വൈശ്യനും ഒക്കെ. പിന്നെ ഇവിടെ ബാക്ട്രിയൻസ് വന്നു. സ്കിത്തിയൻസ് വന്നു. അവരുടെ സന്ധിപരമ്പരാരാണ്? രജപുത്രർ. അവരുടെ സന്ധിപരമ്പരാണ്. രജപുത്രരെല്ലാം വിദേശികളാണ്, ഇവിടെ ഇങ്ങോട്ട് വന്നാണ്. അത് കഴിഞ്ഞ് ഗ്രീക്കുകാർ വന്നു. പിന്നെ ഹൂണന്മാർ വന്നു. പിന്നെ ഈ ക്രിസ്ത്യാനി വന്നു. പിന്നെ മുസ്ലിം വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പോർച്ചുഗീസുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഡച്ചുകാർ വന്നു, പിന്നെ ഞങ്ങളും വന്നു. അപ്പോൾ ആരാണ് ഇന്ത്യക്കാരൻ? ഒറ്റ ഇന്ത്യക്കാരനല്ല. ഇന്ത്യയെ വന്ന ഹിന്ദുക്കളുടെ രാജ്യമല്ല ഇന്ത്യ. ഹിന്ദുക്കളുടെ വിദേശത്ത് ആക്രമിച്ച് വന്നവന്മാരാണ്. കഥ ഉണ്ടാക്കുകയാണ് സായിപ്പ്. ഇത് കേട്ട് കുറേ എണ്ണം വിശ്വസിച്ച് പോയി. ഇൻവേഷൻ തിയറി എന്നൊരു തിയറി ഉണ്ടാക്കിയവൻ ശുദ്ധ ബോഷ്ക്ക്. അത് കഴിഞ്ഞവൻ അടുത്ത പണിയിട്ടു. ഇന്ത്യയിലെ ഹിന്ദുക്കളെ വിഭജിക്കണം. എന്ത് ചെയ്യണം? അവൻ 1881 ഒരു സെൻസസ് ഉണ്ടാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ്. അതിനകത്ത് ജാതി സെൻസസ് ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഇന്ത്യയിൽ 7462 ജാതികളുണ്ടാക്കി. ബ്രാഹ്മണൻ, ഇന്ത്യക്ക് 4 ജാതി ഉണ്ടായിരുന്നു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ആ ബ്രാഹ്മണനെ 158 ജാതിയാക്കി. അയ്യർ സെപ്പറേറ്റ്, അയ്യങ്കാർ സെപ്പറേറ്റ്, പട്ടർ സെപ്പറേറ്റ്, നമ്പൂരി സെപ്പറേറ്റ്, നമ്പൂരിപ്പാട് സെപ്പറേറ്റ്. എൻ്റെ അമ്മ അവൻ്റെ ലിസ്റ്റ് കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും. കേരളത്തിലെ 18% ജനങ്ങളാണ് നായന്മാർ. ഈ നായന്മാരെ ഇവൻ 58 ജാതിയാക്കി. 58 ജാതി. നായർ സെപ്പറേറ്റ്, കുറുപ്പ് സെപ്പറേറ്റ്, പടക്കുറുപ്പ് സെപ്പറേറ്റ്, താങ്കൽ സെപ്പറേറ്റ്, ഉണ്ണിത്താൻ സെപ്പറേറ്റ്, വല്ലിത്താൻ സെപ്പറേറ്റ്, പടനായർ സെപ്പറേറ്റ്, മറ്റേ നമ്മുടെ പിള്ള സെപ്പറേറ്റ്. 58 ജാതി നായന്മാരെ. 3% കുറവരെ 18 ജാതിയാക്കി. ആകെ 3 ലക്ഷം പേരുള്ള പുലയന്മാരെ 21 ജാതിയാക്കിയവൻ. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യക്കാരെ 7462 ജാതിയാക്കി. എന്തിനാണെന്നറിയാമോ? ഇന്ത്യക്കാരനെ യോജിക്കാൻ പാടില്ല. അതിനെ പറ്റിച്ച പണിയാണ്. അത് കഴിഞ്ഞവൻ ഇന്ത്യ രാജ്യത്ത് 3 പേരെ ഗ്രേറ്റ് ആക്കി. അശോക ദ ഗ്രേറ്റ്, അക്ബർ ദ ഗ്രേറ്റ്, രാജരാജ ചോള ദ ഗ്രേറ്റ്. എന്തോ പരിപാടി എന്നറിയോ? അശോക ദ ഗ്രേറ്റ് ബുദ്ധമതക്കാരനാണ്. അക്ബർ ദ ഗ്രേറ്റ് മുസ്ലിമാണ്. രാജരാജ ചോള സൗത്ത് ഇന്ത്യനാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ കാസ്റ്റ് ഹിന്ദുസിനിടയ്ക്ക് ഒറ്റ ഗ്രേറ്റ് ഇല്ല.
ഇടാ ഇന്ത്യ ചരിത്രത്തിൽ ആരെങ്കിലും ഗ്രേറ്റ് ആണെങ്കിൽ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനായിരിക്കും ഏറ്റവും വലിയ ഗ്രേറ്റ് എന്ന് പറയണ്ടേ. അവരൊന്നും ഗ്രേറ്റ് അല്ല. കള്ള കഥ അവനുണ്ടാക്കി. അത് കഴിഞ്ഞവൻ മാക്സ് മുള്ളർ, ജർമ്മൻകാരനായ മാക്സ് മുള്ളറെ ഓക്സ്ഫോർഡിൽ കൊണ്ടുവന്ന് 5 കൊല്ലോടെ പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഉഗ്രനൊരു പുസ്തകം എഴുതിച്ചു, സേക്രഡ് ബുക്സ് ഓഫ് ദി ഈസ്റ്റ്. 50 കോളി എൻ്റെ ഇപ്പോൾ ഷെൽഫിൽ. ഉഗ്രൻ പുസ്തകം, ഞാൻ വായിച്ച് രസിക്കാറുള്ള പുസ്തകമാണ്. അതിനകത്ത് അതിൽ കഥ ഉണ്ടാക്കി. കോക്കേഷ്യൻ പീപ്പിൾ അവർ തെക്കോട്ട് അടിച്ച് കയറി വന്നു. അതിലൊരു സെറ്റ് ഇന്ത്യയിലേക്ക് തിരിഞ്ഞാണ് ഇൻഡോ യൂറോപ്യൻസ്. മറ്റേ സെറ്റ് യൂറോപ്പിലോട്ട് പോയി, ജർമ്മൻ, ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളെല്ലാം ഒരു ജാതി. ഭരിക്കുന്ന സായിപ്പും ഇവിടുത്തെ ബ്രാഹ്മണനും ക്ഷത്രിയനും ശൂദ്രനും ഒരേ വർഗത്തിൽപ്പെട്ടാണ്. ഉഗ്രൻ കഥയാണ്. അവൻ ആഫ്രിക്ക കൊള്ളയടിക്കാൻ പോയി സായിപ്പ്. അവനൊരു കഥയുണ്ടാക്കി. ലോകത്തിലെ എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു സ്ത്രീയുടെ സന്ധ്യ പരമ്പരപ്പെട്ടവരാണ്. ഉഗ്രകഥ. അവൻ അമേരിക്ക കൊള്ളയടിക്കാൻ പോയി. അവനൊരു കഥയുണ്ടാക്കി. യൂറോപ്പിൽ നിന്ന് അങ്ങോട്ട് കുടിയേറിയ ആളുകൾ, ന്യൂഫോൺ ലാൻഡ് വഴി അങ്ങോട്ട് കയറിയ ആളുകൾ, നോർഡിക് പീപ്പിൾ, അവരുടെ സന്ധ്യ പരമ്പരയാണ് അവിടുത്തെ റെഡ് ഇന്ത്യൻസ്. മറ്റേ വഴിക്ക് നമ്മൾ എല്ലാം കസിൻസാണ്. അവൻ ഓസ്ട്രേലിയയിൽ പോയി. അവൻ കഥ ഉണ്ടാക്കി. ഓസ്ട്രേലിയ മവോറീസ് ഓസ്ട്രിക് പീപ്പിളാണ്. ഓസ്ട്രിയയിൽ നിന്ന് പോയി ഇന്ത്യ വഴി കടന്ന് ഓസ്ട്രേലിയയിൽ ചെന്നവരാണ്. അവൻ കൊള്ളയടിക്കാൻ പോകുന്നതിനൊക്കെ അവൻ്റെ മച്ചാനുമായി. അതാണ് സായിപ്പിൻ്റെ കള്ളമെന്ന് പറയും. അങ്ങനെ കഥയൊക്കെ ഉണ്ടാക്കി അവൻ 6 സിദ്ധാന്തം ഉള്ള കഥ ഉണ്ടാക്കി. 1902 ആയപ്പോൾ തന്നെ സാഹിബിന് മനസ്സിലായി ഇന്ത്യക്ക് ഹിന്ദുക്കളെ വീഴിക്കാൻ പറ്റിയല്ല. വിവേകാനന്ദ സ്വാമികൾ ഇന്ത്യയുടെ നവോത്ഥാനത്തിന് അങ്ങോട്ടും ഉയർച്ച കൊടുത്തു. അത് ചിക്കാഗോയിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചു. മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക. സാഹിബ് വലിയ പബ്ലിസിറ്റി കൊടുത്തു. അമേരിക്കയിലെ യൂറോപ്പിലെ ആളുകൾ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണെന്ന് വിവേകാനന്ദൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് തിയറി ഉണ്ടാക്കിയത്. നമ്മൾ ഹിന്ദി പ്രസംഗിക്കുമ്പോൾ എങ്ങനെയാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നതിനാണ് ബായ് ഓം ഓർ ബഹനോ. ഹിന്ദി സംസാരിക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെ? ബായ് ഓം ഓർ ബഹനോ. ആ ബായ് ഓർ ബഹനോൻ വിവാഹം വേണ്ട സമയം ഇംഗ്ലീഷോട്ട് മാറ്റി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അത്രയും വിവാഹം ചെയ്യുള്ളൂ. കള്ള പ്രചരണം. പക്ഷേ വിവേകാനന്ദൻ വെട്ടി വീഴാന്ന് മനസ്സിലായി. 1902 വിവേകാനന്ദൻ മരിച്ചപ്പോൾ സാഹിബ് പ്ലേറ്റ് തിരിച്ചു. അവൻ മുസ്ലിങ്ങളുടെ സൈഡ് ചേർന്നു. 1906 മുസ്ലിം ലീഗിനെ ഉണ്ടാക്കി. 1905 ബംഗാൾ വിഭജിച്ചു. ഈസ്റ്റ് ബംഗാൾ മുസ്ലിം ബംഗാൾ, വെസ്റ്റ് ബംഗാൾ ഹിന്ദു ബംഗാൾ. സമരമുണ്ടായി. സാഹിബ് വിട്ടുകൊടുത്തില്ല. 1911 അവൻ പഞ്ചാബ് വിഭജിച്ചു. വെസ്റ്റ് പഞ്ചാബ് മുസ്ലിം, ഈസ്റ്റ് പഞ്ചാബ് ഹിന്ദു. അവൻ മുസ്ലിങ്ങളെ ഇന്ത്യയിൽ ആട്ടിച്ച് പാർത്തി വിഭജിച്ചു. 1919 വരെ ജിന്ന പോയിട്ടില്ല. ജിന്നയെ കോൺഗ്രസ് നേതാവായ ജിന്നയെ 1919 അവർ പിടിച്ചു. ജിന്ന മുസ്ലിം അല്ല. അവൻ പള്ളി പോവില്ല, അവൻ അള്ളാഹു എന്ന് വിളിക്കത്തില്ല, അവൻ നിസ്കരിക്കത്തില്ല, അവനൊരു പാഴ്സിയെ കല്യാണം കഴിച്ച് ഇസ്ലാം എന്ത് വന്ന് മുഹമ്മദ് അലി ജിന്നയ്ക്ക് അറിഞ്ഞൂടാ. ആ മുഹമ്മദ് അലി ജിന്നയെ കൊണ്ടുവന്നു മുസ്ലിമിൻ്റെ തലവനായിട്ട്. എന്നിട്ട് പണി അങ്ങോട്ട് തുടങ്ങി, വിഭജനം. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരൻ തീരുമാനിച്ചു, ഉത്തരേന്ത്യയിലും തെക്കേന്നുള്ള ജനം ഒരുമിച്ച് നിന്നാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് 1922 അവനൊരു ഭയങ്കര കണ്ടുപിടുത്തം നടത്തി. ഡിസ്കവറി ഓഫ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഹിന്ദുക്കളോട് വരുന്നതിന് മുമ്പ് സംസ്കാരം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യമെന്നൊരു സംസ്കാരം. അത് ദ്രാവിഡരുടെ ആയിരുന്നു. ഇൻഡസ് വാലി സ്ക്രിപ്റ്റ് വായിച്ചു പോലും ഇല്ല. വായിക്കാത്ത സ്ക്രിപ്റ്റ് ദ്രാവിഡ വർക്കാരുടേതാണെന്നും ഇന്ത്യയിലെ ഹിന്ദുക്കളിവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളല്ല ഇന്ത്യയുടെ ഉടമസ്ഥരെ. അതിന് മുമ്പ് ഇവിടെ വലിയ സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ അവരുടെ മക്കളാണ് ഈ തെക്കേ ഇന്ത്യയിൽ ഈസ്റ്റിലുള്ളത്. ഇപ്പോൾ കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരള, പോണ്ടിച്ചേരി, ബംഗാൾ ഇവരെല്ലാം ദ്രാവിഡക്കാരാണ്. ഉത്തരേന്ത്യക്കാരെ തെക്കേ ഇന്ത്യക്കാരനെ അടുപ്പിക്കാൻ വേണ്ടി അവനൊരു കള്ള കഥയുണ്ടാക്കി. ഇന്ത്യയിലെ ജനങ്ങൾ ആയിരക്കണക്കിന് വർഷം ജീവിച്ചിരുന്ന പട്ടണങ്ങളാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ള പട്ടണങ്ങളൊക്കെ 14,000 വർഷത്തിന് മുമ്പാണ് ബിംഡക്ക കേവ്സിലെ ഗുഹാചിത്രങ്ങൾ. 14,000 മുമ്പ്. ഇതാ ഇവിടെ ആര്യന്മാരതിന് മുമ്പ് വന്നിരുന്നോ? അല്ലെങ്കിൽ അന്ന് എഴുത്ത് പഠിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇതാണ് ബ്രിട്ടീഷുകാരൻ്റെ കള്ളക്കഥ. ഈ കള്ളക്കഥയുടെ ഭാഗമായി നിങ്ങളെയും എന്നെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുണ്ടാക്കിയ വിഭജനം എന്ന് പറയുന്ന അവാസ്തവ കഥ, അതിൻ്റെ സത്യം നിങ്ങൾ ഞാൻ മനസ്സിലാക്കണം. ഇന്ത്യ നന്നാവണമെങ്കിൽ ഇന്ത്യ ഒന്നിച്ചു നിന്നേ പറ്റുള്ളൂ. ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനിയും ഇവിടുത്തെ SC/ST ഒന്നിച്ചു നിന്നാൽ ഇന്ത്യ ഉണ്ടല്ലോ ലോകശക്തിയായിട്ട് മാറും. നമ്മൾ തമ്മിൽ തല്ലിയാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ അടിച്ചമർത്തിയാലും ന്യൂനപക്ഷം ഭൂരിപക്ഷത്തെ അടിച്ചമർത്തിയാലും ലോകത്തിൽ ഒരു സംസ്കാരവും നിലനിന്നിട്ടില്ല.
ആ അവസ്ഥയിലേക്ക് ഇന്ത്യ പോകരുത്. ബ്രിട്ടീഷുകാരൻ വെച്ച് കെണിക്കകത്തോട്ട് ഇന്ത്യ പോകരുത്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആത്യന്തികമായ സത്യം നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈശ്വരവിശ്വാസം ഉണ്ടായി. ആദ്യം പല പല രൂപങ്ങളത് കണ്ടു. അതിനുശേഷം അതിലെ ഏകത്വം മനുഷ്യൻ മനസ്സിലാക്കി. BC 1400 ആയപ്പോഴാണ് അക്കനാത്തോൺ എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ഫറോ ലോകത്തിലൊരു ദൈവമേ ഉള്ളൂ, സാർവത്രികമായ ദൈവം, അത് സൂര്യഭഗവാനാണ്. അവനാണ് റാ. ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ ജൂനിയർ ദൈവങ്ങളാക്കി മാറ്റി അക്കനാത്തോൻ്റെ ആ വിശ്വാസം ഇറാനിൽ വന്നു. അത് സ്വരാഷ്ട്രനിഷ്ഠമായി. സദൃഷ്ട മതം, ലോകത്തിലൊരു ദൈവമേ ഉള്ളൂ, അഹൂര മസ്ത, ബാക്കിയുള്ളൊക്കെ നെയലുകളാണ്. ഇന്ത്യയിൽ വന്നു. നമ്മൾ ഏകം സദ് ബ്രഹ്മം വിപ്രാബന്ധു, ലോകത്തിലൊരു ദൈവമേ ഉള്ളൂ, ബാക്കിയൊക്കെ അതിൻ്റെ ഫോംസ് മാത്രമാണ് എന്ന് വിശ്വസിച്ചു. മോശ വന്നു. മോശ ഏകദൈവത്തെ കണ്ടു. ആ ഏകദൈവത്തെ വിശ്വാസം പിന്നീട് ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും വന്നു. മോശ ദൈവത്തെ കാണുമ്പോൾ ദൈവത്തെ കണ്ടത് ഒരു മരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ചാരം ഉണ്ടാവുന്നില്ല. ദൈവത്തിന് മനസ്സിലായി ഈശ്വര ശക്തി അവിടെ ഉണ്ടെന്ന്. ഹിന്ദുക്കളുടെ ഭാഷയെ പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടത് അഗ്നിദേവനായിട്ടാണ്. അഗ്നിദേവനോട് മോശ സംസാരിച്ചു. അവസാനം മോശ ചോദിച്ചു, ദൈവമേ അങ്ങയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ദൈവം ദേഷ്യം, നീ എൻ്റെ പേര് ചോദിക്കുന്നടാ, ഡോണ്ട് ആസ്ക് മൈ നെയിം. അങ്ങനെ യഹൂദന്മാർക്ക് ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റത്തില്ല. ആണ്ടിൽ ഒരു ദിവസമേ ദൈവത്തിൻ്റെ പേര് പറയാൻ പറ്റൂ. യാവേ ഒരു ദിവസം. ബാക്കി പെസഹായുടെ മാത്രം പേര് പറയും, ബാക്കി മാത്രം പറയാൻ ഒക്കെയില്ല. അപ്പോൾ ഇവിടെ വളരെ ശ്രദ്ധേയമായ ഈശ്വര സങ്കല്പം വരികയാണ്. അപ്പോൾ മോശ സംസാരിക്കുന്ന ഭാഷയിൽ മലയുടെ മുകളിലുള്ള ദൈവം യാഹ് എന്നറിയപ്പെട്ടു, മലയുടെ താഴ്വാരത്തുള്ള ദൈവം ലാഹ് എന്നറിയപ്പെട്ടു. ആ മലയുടെ മുകളിലുള്ള യാഹിൻ്റെ ദൈവത്തെ യാഹ്വേ എന്നാക്കി മാറ്റി. അതാണ് യഹൂദന്മാരുടെ യഹോവായ ദൈവം. ക്രിസ്ത്യാനികളെ യഹോവായ ദൈവത്തിൻ്റെ പിന്തുടർച്ചയിൽ വിശ്വസിച്ചു. താഴ്വാരത്തിലുള്ള ലാഹിനെ അറബി ഭാഷയിലെ അൽ ദി എന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ചേർത്തു. അപ്പോൾ അള്ള എന്നായി. യാവയും അള്ളായും ഒരേ ഈശ്വര ശക്തിയാണ്. ഒന്നിനും ഡെഫിനറ്റ് ആളുടെ ഫ്രണ്ട് ചേർത്തു, മറ്റേതിൻ്റെ സഫിക്സ് ചേർത്ത്, അത്രേ ഉള്ളൂ. ഒരേ ദൈവവിശ്വാസം. യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരേ യാവയിൽ അള്ളാഹുവിൽ വിശ്വസിക്കാൻ തുടങ്ങി. ആ ഈശ്വര സങ്കല്പം ലോകമെങ്കും പരന്നു. അതിന് പല രൂപവും ഭാവവും ഉണ്ടായി. ഹിന്ദുക്കളുടെ അടുത്ത് വരുമ്പോഴേക്ക് ഹിന്ദുക്കൾക്ക് സഹസ്രനാമം, പരമശിവന് 1000 പേര്, വിഷ്ണു ഭഗവാൻ 1000, വിഷ്ണു സഹസ്രനാമം, ഭഗവതിക്ക് ലളിത സഹസ്രം 1000 പേര്, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം, ഹനുമാൻ സഹസ്രനാമം, അയ്യപ്പ സഹസ്രനാമം. ഹിന്ദുക്കൾക്ക് പേരിന് ദാരിദ്ര്യമൊന്നുമില്ല. ഇഷ്ടം പോലെ ആയിരക്കണക്കിന് പേരുണ്ടായി. അങ്ങനെ ഈശ്വരവിശ്വാസം ഉണ്ടായി. എല്ലാ ഈശ്വരവിശ്വാസത്തിൻ്റെ ബേസ് ഒന്ന് തന്നെയാണ്. മനുഷ്യൻ്റെ ആത്മാവ് യൂണിവേഴ്സൽ എനർജിയുമായി ബന്ധപ്പെടുന്നു. യൂണിവേഴ്സൽ എനർജി ദൈവം, നമ്മുടെ ശരീരത്തിലുള്ള ഇൻഡിവിജ്വൽ എനർജി ആത്മാവ്, അത് രണ്ടും ഒന്നാണ്. അത് ഹിന്ദുമതത്തിൽ എത്തിയപ്പോൾ വേദവ്യാസൻ വ്യാഖ്യാനിച്ച് വെച്ചതിനെ മലയാളിയെ ജനിച്ചതിൽ ഏറ്റവും മഹാനായ മലയാളി ശങ്കരാചാര്യർ അദ്വൈത സിദ്ധാന്തമായി ബ്രഹ്മ വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മസൂത്ര ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു, മനുഷ്യനും ദൈവം ഒന്നാണ്. സർവശക്തനായ ഈശ്വരൻ ഒരു ഭാഗം ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ ശരീരത്തിലിരിക്കും. നമ്മൾ മോക്ഷം കിട്ടുമ്പോൾ നമ്മുടെ ദൈവാത്മാവെ പരമാത്മാവിൽ ലയിക്കാൻ. ഇപ്പോൾ ശാസ്ത്രം തന്നെ കണ്ടെത്തി, എവറിതിങ് ഈസ് ദ സെയിം, എനർജി ഈസ് ദ സെയിം. മനുഷ്യൻ്റെ ഉള്ളിലുള്ള എനർജി, യൂണിവേഴ്സൽ എനർജി ഒന്നാണെന്ന് ശാസ്ത്രം കണ്ടെത്തി. ശങ്കരാചാര്യ പറഞ്ഞു, ഈ കാണുന്നതൊക്കെ മായയാണ്, ഇല്യൂഷനാണ്. ഇപ്പോൾ ശാസ്ത്രം അവിടെ എത്തി നിൽക്കുന്നു. ആറ്റത്തിൻ്റെ 99.99% ശൂന്യമാണ്. പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും കൂടെ ചേർത്താൽ ആറ്റത്തിൻ്റെ 0.0 ഉള്ളൂ. സൗരയൂഥത്തിലെ സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടെ ചേർന്നാൽ സൗരയൂഥത്തിൻ്റെ 99.993% വേക്കൻ്റാണ്. 0.7 ഉള്ളൂ മാറ്റർ. യൂണിവേഴ്സ് മുഴുവൻ എടുത്താലോ 99.999 12 എന്നൊരു ശൂന്യമാണ്. ബാക്കി മാത്രമേ ഉള്ളൂ. ഡാർക്ക് മാറ്റർ ആകെയുള്ളതിൻ്റെ 80%. കാണാൻ പോലും പറ്റിയില്ല ആകെയുള്ള ഡാർക്ക് മാറ്റർ. കഴിഞ്ഞ വർഷം ഫിസിക്സിന് നോബൽ സമ്മാനം കൊടുത്തു. എന്താണ് നോബൽ സമ്മാനം? യൂണിവേഴ്സ് ഈസ് ഇല്യൂഷൻ. നമ്മളീ കാണുന്ന പ്രപഞ്ചമൊന്നും അവിടെ ഒന്നുമില്ല. നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകമായ സെൻസസ് വെച്ച് നമ്മൾ കാണുന്നത് ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ ശങ്കരാചാര്യർ പറഞ്ഞു തന്ന മായ സിദ്ധാന്തത്തിൽ 2021 ശാസ്ത്രത്തിൽ നിൽക്കുന്നു. നോബൽ സമ്മാനം കൊടുത്തത് ശങ്കരാചാര്യരുടെ മായ സിദ്ധാന്തനാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ എല്ലാ മതങ്ങൾക്കും ഒരേ ആശയമാണ്. അബ്രഹാം ദൈവത്തെ കണ്ടു. ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാം
എന്ത് ചെയ്തു? ഈശ്വരൻ്റെ പര്യാവതങ്ങൾ എഴുതി വെച്ചു ഞങ്ങളുടെ വേദപുസ്തകത്തിൽ. യഹൂദന്മാർ തോറ എന്നും ഞങ്ങൾ ഓൾഡ് ടെസ്റ്റ്മെൻ്റ് എന്നും മുസ്ലിങ്ങൾ തൗറാത്തെന്നും വിളിക്കുന്ന ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ അബ്രഹാം ദൈവത്തിൻ്റെ പര്യാവതങ്ങൾ എഴുതി. 62 പര്യാവതം. 30ാമത്തെ പര്യാവതം എന്താണെന്നറിയാമോ? ഓം. ഹിന്ദുക്കൾ പറയുന്ന ഓംകാര മന്ത്രം ഞങ്ങളുടെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പേരുകൾ പറയുന്ന 30ാമത്തെ പദം ഓംകാര മന്ത്രമാണ് ഞങ്ങളുടെ വേദപുസ്തകത്തിൽ. അപ്പോൾ ഈ ആത്യന്തികമായ സത്യം മനസ്സിലാക്കാതെ മതങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ പാടില്ല. ഒരേ തത്വം പല സ്ഥലത്തേക്ക് വ്യാപിക്കും. ലോകത്തിലെ ആദ്യത്തെ ഇതിഹാസം രാമായണമാണ്. രാമായണം നിങ്ങൾ ഞാനൊക്കെ പലതവണ വായിച്ച് കർക്കിടക മാസത്തിൽ വായിച്ചു തീർക്കുന്ന മഹത്തായ ഗ്രന്ഥം. അപ്പോൾ ഒറിജിനൽ രാമായണം എവിടെയാണ് സംഭവിച്ചത്? ഒറിജിനൽ രാമായണം സംഭവിച്ചത് ഇറാനിലാണ്. ഇറാൻ്റെ വടക്ക് ഭാഗത്ത് നമ്മളിപ്പോൾ എക്കണോമിക് കോൺഫറൻസ് ദേവോസ് അവിടെ താമസിക്കുന്നവരാണ് ദേവന്മാർ. അതിന് തൊട്ട് തെക്ക് രാക്ഷസാൻ പ്രോവിൻസ്, സദേൺ ഇറാനും അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെ സ്ഥലമാണ് രാക്ഷസാൻ. ഇപ്പോഴും സ്ഥലത്തിന് വിളിക്കുന്നവർ രാക്ഷസാൻ പ്രോവിൻസ്. അവിടെ താമസിക്കുന്നവരാണ് രാക്ഷസന്മാർ. അതിൻ്റെ കിഴക്ക് വശത്തായ ഡാൻ പ്രോവിൻസ്, ഇപ്പോഴും ഡാൻ പ്രോവിൻസാണ്. അവിടെ താമസിക്കുന്നവർ ദാനവന്മാർ. അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് താമസിക്കുന്നവർ അസൂറുകൾ. അവരാണ് അസുരന്മാർ. അത് പിന്നീട് അസൂർ എന്നുള്ളത് അസീറിയയായി ഇപ്പോഴും അസീറിയൻ പീപ്പിൾ അല്ലെങ്കിൽ അസുരന്മാർ ഉണ്ടാവുന്നു. സദൃശ മതത്തിൽ അസുരന്മാരാണ് ദേവന്മാരെന്ന് പറയുന്നവർ കുഴപ്പക്കാരാണ്, മറുവശത്താണ്. രസകരമായി അങ്ങോട്ടുള്ളതാണ്. അപ്പോൾ വടക്കൻ ഇറാൻ്റെയും തെക്കൻ ഇറാൻ്റെയും നടുക്ക് ഒരു നദിയുണ്ട്. അതാണ് ഹരയൂ നദി. ആ ഹരയൂ നദിയാണ് ഒറിജിനൽ സരയൂ നദി. വർഷാക്കർക്ക് സാ ഇല്ല, എല്ലാം ഹായാണ്. സിന്ധു എന്നുള്ളത് ഹിന്ദുവാവും. ഹരയൂ നദി. ഈ കഥ ഇറാനിൽ നിന്ന് ഗ്രീസിൽ പോയി. ഗ്രീസിൽ ചെന്ന പറ്റി അത് ഇലിയഡായി രൂപാന്തരപ്പെട്ടപ്പോൾ സുന്ദരിയായ ഹെലൻ ഓഫ് ട്രോയ് സീതാദേവിയെ മണ്ണ് കുഴിച്ചപ്പോൾ പെട്ടിക്കകന്ന് കിട്ടി. ഹെലൻ ട്രോയിയെ മണ്ണ് കുഴിച്ചെന്നവർ മുട്ട പൊട്ടിച്ച വേണം ഹെലൻ ട്രോയി തിരിച്ചു വന്നു. ഹെലൻ ട്രോയുടെ വർണ്ണനയും സീതാദേവിയുടെ വർണ്ണനയും വായിക്കുമ്പോൾ രണ്ടിൻ്റെയും ശരീരം വർണ്ണിക്കുന്നുണ്ട്. വാൽമീകി വായിക്കുന്ന വർണ്ണന അവിടെ ഹോമർ വായിക്കുന്നുണ്ട്. 9 സാമ്യം, സെയിം തിങ്. സൗന്ദര്യം വർണ്ണിക്കുമ്പോൾ 9 സെയിം തിങ്ങാണ്. അത് കഴിഞ്ഞ് തട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെ തട്ടിക്കൊണ്ടുപോവുകയാണ്, അവിടെ പ്രേമിച്ച് കൊണ്ടുപോവുകയാണ്. എലോപ്മെൻ്റാണ്. രണ്ടുപേരും കടൽ കടന്ന് വരികയാണ്. ഗ്രീസിൽ നിന്ന് കടൽ കടന്ന് സൈന്യം വന്നിട്ടാണ് ട്രോയ് തോൽപ്പിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് കടൽ കടന്ന് പോയി രാവണനെ തോൽപ്പിച്ച് കാമുകിയെ വീണ്ടെടുത്തുകൊണ്ട് വരികയാണ്. ആ കഥയാകുമ്പോഴത്തേക്ക് എന്ത് പറ്റി? ഇവിടെ രാമൻ്റെ ഭാര്യയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്. ഗ്രീസിലെ കഥ എത്തിയപ്പോൾ അവിടുത്തെ ഹെലനെ തട്ടിക്കൊണ്ടുപോയ പ്രിൻസിൻ്റെ പാരീസിൻ്റെ അപ്പനാണ് രാമൻ. ഹീറാം എന്നാണ് അവിടുത്തെ അമ്മായിപ്പൻ്റെ പേര്. അപ്പോൾ ഇവിടെ രാമൻ സീതയുടെ ഭർത്താവാണ്. അവിടെ ചെന്നപ്പോൾ രാമൻ അമ്മായിപ്പനായിട്ട് മാറി. ഇനി ഇതേ കഥ ഈജിപ്തിൽ ചെന്നപ്പോൾ എന്ത് പറ്റി? നെരംസിൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭാര്യയെ ഈജിപ്തിലെ ഫറോ രാജാവ് അടിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? രാവണൻ്റെ പേരാണ് റാം. കാര്യം ഈ പെൺകുട്ടി അടിച്ചുകൊണ്ട് പോയ രാജാവിൻ്റെ പേര് രാമേസിസ്. രാമനാണ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഈജിപ്തിൽ ചെന്നപ്പോൾ. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്താണ്? റാം സീതോസ്, രാമൻ്റെയും സീതയുടെയും ഉത്സവം ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. ദേവന്മാർ രൂപം മാറി, മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗരുഡ ഭഗവാൻ അവിടെ ചെന്നപ്പം ഹോറസ് ദേവനായി. നമ്മുടെ ഹനുമാൻ അവിടെ ചെന്നപ്പോൾ അവരുടെ ദേവൻ ഓൻ എന്ന് പറഞ്ഞ ദേവനായി. നമ്മുടെ ഹിന്ദുക്കളുടെ ദൈവങ്ങൾ അതുപോലെ പേര് മാറ്റി അവിടെ ഉണ്ട്. ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റാച്യു സ്ഫിങ്സ് ആണ്. 66 അടി പൊക്കത്തിൽ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള ദൈവസങ്കല്പം. അത് അവിടുന്ന് ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും എത്തിയപ്പം അത് സിംഹനരൻ. അത് അവിടുന്ന് ഇന്ത്യയിലെത്തിയപ്പം നരസിംഹമായി മാറി. തല സിംഹവും ഉടൽ മനുഷ്യനായിട്ട് മാറി. ഈജിപ്തിൽ നിന്ന് 68 നരസിംഹ വിഗ്രഹങ്ങളാണ് ലോകം മുഴുവൻ ഉള്ളത്. ഈജിപ്തും അഫ്ഗാനിസ്ഥാനൊക്കെ വരുമ്പം മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലും കറങ്ങി പാകിസ്ഥാൻ ഇന്ത്യയിലെത്തുമ്പോഴേക്കും സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുള്ള നരസിംഹമായിട്ട് മാറി. അപ്പോൾ ആ കോമണാലിറ്റി വളരെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആ രാമായണം ഇന്ത്യയിലെത്തിയപ്പോൾ നമ്മളതുകൊണ്ട് ഈസ്റ്റേൺ യു പിയിൽ പ്ലേസ് ചെയ്തു. അയോധ്യ ഈസ്റ്റേൺ യു പിയിൽ താമസിക്കുന്നു. അവിടുന്ന് ശ്രീരാമൻ ഇറങ്ങി ചിത്രകൂടത്തിൽ വരുന്നു. ചിത്രകൂടം എന്ന് പറഞ്ഞാൽ യു പിയുടെയും ബീഹാറിൻ്റെയും ബോർഡറാണ്. അവിടുന്ന് ശ്രീരാമൻ വന്നിട്ട് ഗോദാവരി തീരത്ത്, പഞ്ചവടിയിലും ഗോദാവരി തീരത്ത് എത്തുന്നു. അവിടെ ശബരിമലയിലെത്തുന്നു. ഒറിജിനൽ ശബരിമല, നമ്മുടെ ശബരിമലയല്ല, ഒറിജിനൽ ശബരിമല.
ശ്രീരാമൻ ശബരിമല ഒന്നെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ആണ്ടിൽ ഒരാൾ പ്രസംഗിക്കുന്ന ടെലിവിഷൻ ഞാൻ കണ്ടു, ചിരിച്ചു പോയി ഞാൻ. അങ്ങനെ ഗോദാവരി തീരത്ത് വന്നിട്ട് നദി കടന്ന് അക്കരെ കയറി. നദി എന്ന് പറഞ്ഞാൽ ഗോദാവരി നദിയാണ്, 10 കിലോമീറ്റർ വീതിയുള്ള നദി. ഈ നദി കടന്നാണ് 800 യോജന പാലം കെട്ടിപ്പോയെന്ന് രൂപാന്തരപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഒറീസ ചെന്നു. ഒറീസേൻ്റെ വെസ്റ്റേൺ ഭാഗം എന്ന് പറയുന്നത് ലങ്ക എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോൺഗ്രസിൻ്റെ DCC പ്രസിഡൻ്റെ പേരെന്താണ്? KC ലങ്ക. അവിടെയാണ് ലങ്ക. അവിടെ വന്ന് ഒറീസ ഭരിച്ചെന്ന് രാവണനെ തോൽപ്പിച്ചു. AD 3-ാം നൂറ്റാണ്ടിലാണ് ഈ ലങ്കയിലുള്ള ആൾക്കാർ ബേ ഓഫ് ബംഗാളിലൂടെ പോയി സിലോണിൽ സെറ്റിൽ ചെയ്യുന്നു. എന്നിട്ട് അവരവിടെ അവരുടെ ഒറിജിനൽ പ്രദേശം ലങ്കയുടെ പേര് സിലോണിലിട്ടു. അങ്ങനെ കഥ ഇന്ത്യയിൽ വന്നപ്പം വേറെ രൂപത്തിലായി. നമ്മുടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആ കഥ അവിടെ നിന്ന് അങ്ങോട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പം ആ കഥ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. എഴുതപ്പെട്ട രാമായണത്തിന് ആദ്യത്തെ കോപ്പി BC 5-ാം നൂറ്റാണ്ടിൽ വരുന്നതാണ്. അതിന് മുമ്പ് എഴുതപ്പെട്ട രാമായണം ഇല്ല. വാക്കാറുള്ള സ്മൃതിയായ രാമായണമേ ഉള്ളൂ. ആ കഥയിൽ ശ്രീരാമൻ ഒരു ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആണ്, ഐഡിയൽ റൂളർ, ഐഡിയൽ മാൻ. പക്ഷെ BC 186-ൽ ബുദ്ധമതക്കാരെ പരാജയപ്പെടുത്തി പുഷ്യമിത്ര ശുങ്കൻ ഭരണത്തിൽ വന്നു. പുഷ്യമിത്ര ശുങ്കനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഹ്മണ ഭരണകർത്താവ്. അയാൾ എന്ത് ചെയ്തു? കഥ തിരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പുസ്തകം എഴുതി അതിൻ്റെ കൂടെ ചേർത്ത് ഉത്തരരാമായണം, ഉത്തരകാണ്ഡം. വാൽമീകി രാമായണം യുദ്ധമെല്ലാം തീർത്ത് സീതയുടെ കൂടെ ശ്രീരാമൻ പോയി ഭംഗിയായിട്ട് രാജ്യം ഭരിച്ച് സുഖമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ ജീവിച്ചെന്നാണ് വാൽമീകിയുടെ രാമായണം അവസാനിക്കുന്നത്. അതിനകത്ത് ഈ മനുഷ്യൻ കൊണ്ടുവന്നൊരു കഥ ചേർത്ത്. എന്താണെന്നറിയാമോ? അഗ്നിപ്രവേശനം ചെയ്യാൻ ശ്രീരാമൻ പറഞ്ഞു. സീതാദേവി അഗ്നിപ്രവേശനം ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ സീതയെ കൊണ്ടുപോയി ഉപേക്ഷിച്ചു, കാട്ടിൽ ഉപേക്ഷിച്ചു. ആദ്യം അഹില്യയുടെ അവിടെ ചെന്ന് കയറി. അവിടെ നിന്ന് പിന്നെ വാൽമീകിയുടെ ആശ്രമത്തിൽ താമസിച്ചു. അവിടെ യുദ്ധമെല്ലാം ഉണ്ടായി. എന്തെല്ലാം കഥകൾ ചേർന്നറിയാമോ? നമ്മുടെ ശംഭൂകൻ ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ട് തലവെട്ടി. ഇതൊന്നും ഒറിജിനൽ രാമായണത്തിലില്ല. രാമായണം തീർന്നു കഴിയുമ്പോൾ സുഖമായിട്ട് സീതാദേവിയും ശ്രീരാമൻ വന്ന് അയോധ്യ ഭംഗിയെ ഭരിച്ചു എന്നാണ് ഒറിജിനൽ വാൽമീകി രാമായണം. ഇത് ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി ബ്രാഹ്മണനായ പുഷ്യമിത്ര ശുങ്കൻ എഴുതിയുണ്ടാക്കി രാമായണത്തിൽ കൊണ്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതങ്ങോട്ട് കഴിഞ്ഞ് കഥ ഈ രാമായണ കഥ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് രൂപാന്തരം വരുത്താൻ തുടങ്ങി. അങ്ങനെ ഒരു ഉഗ്രൻ രൂപാന്തരം 10-ാം നൂറ്റാണ്ടിൽ വന്നു. രാജരാജ ചോളൻ സിലോൺ ആക്രമിച്ചു. കൂട്ടക്കൊല ചെയ്ത് അവിടുന്ന് തടവുകാരെ പിടിച്ചുകൊണ്ട് വന്ന് ചെയ്യാത്ത ക്രൂരതയില്ല. ഇതിനൊരു ന്യായീകരണം വേണം. രാജരാജ ചോളൻ തൻ്റെ കവിയോട് പറഞ്ഞു, നീ ഒരു രാമായണം എഴുതാൻ പറഞ്ഞു. അതാണ് കമ്പരാമായണം. കമ്പരാമായണത്തിൽ ശ്രീരാമൻ, തെക്കൈൻ്റെ കണ്ടിട്ടില്ലാത്ത ശ്രീരാമൻ വിദ്യാപർവ്വതം കടന്ന് തമിഴ്നാട്ടിലെത്തി. ഇവിടുന്ന് രാമസേതു കടന്ന് അപ്പുറത്തോട്ട് കയറി സിലോണിൽ ചെന്ന് രാവണനെ തോൽപ്പിച്ചു. രാജരാജ ചോളൻ സിലോണിൽ ചെന്ന് കാണിക്കുന്ന ക്രൂരകൾക്ക് ന്യായീകരണം ഉണ്ടാക്കാൻ വേണ്ടി രാമായണ കഥയെ നേരെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. കമ്പരാമായണത്തിലെ മാറ്റങ്ങളൊക്കെ അങ്ങോട്ട് വരുത്തി. ഹനുമാന് മരുന്ന് അടിക്കാൻ പോയത് മരുത്വാമലയിൽ. തമിഴ് ഭാഷയിൽ മെഡിക്കൽ കോളേജിൻ്റെ വാക്കെന്തോണ്? മരുത്വാമല. മെഡിക്കൽ കോളേജ് വാക്കാണ്. ഈ ഹനുമാൻ പോയി മരുന്ന് പറിച്ച സ്ഥലമാക്കി നമ്മുടെ അടുത്തുകൊണ്ട് എത്തിച്ചതല്ല. അതങ്ങോട്ട് കഴിഞ്ഞ് 12-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞപ്പോൾ ശൈവ വൈഷ്ണവർ തമ്മിലുള്ള ഭക്തിപ്രസ്ഥാനം തുടങ്ങി. ആ സമയത്ത് സൂർദാസ് ഹിന്ദിയിലൊരു രാമായണം ആ രാമായണം വന്നപ്പോഴത്തേനെ കഥ വീണ്ടും ട്വിസ്റ്റ് ചെയ്തു. നിങ്ങളെല്ലാം വായിച്ചുള്ളൂ, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ജഗന്നാഥൻ മഹാരാഷ്ട്രയിൽ രാമായണം എഴുതി. മഹാരാഷ്ട്ര രാമായണം എഴുതിയപ്പം മറാത്തക്കാർ പറഞ്ഞു, ഈ ശ്രീരാമനെ രാമായണത്തെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം. അവരെന്ത് ചെയ്തു? കിഷ്കിന്ദ എന്ന് പറയുന്ന സാധനം മഹാരാഷ്ട്രയും വടക്കൻ കർണാടകമാണ് കിഷ്കിന്ദ. ഏതാ? ബാലിയും സുഗ്രീവനും പഠിച്ച സ്ഥലം. ജാർഖണ്ഡിലൊരു സ്ഥലമാണ് ഈ കിഷ്കിന്ദ. അവിടെയായിരുന്നു ബാലിയും സുഗ്രീവനൊക്കെ ഉണ്ടായിരുന്നത്. ഇവരെ ഇനി മഹാരാഷ്ട്രയിലോട്ടും കർണാടകയിലോട്ടും കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോഴത്തേന് ബംഗാളിലൊരു രാമായണം എഴുതി, ബംഗാളി രാമായണം. ആ രാമായണത്തിൽ ഉഗ്രനൊരു ട്വിസ്റ്റ് ഉണ്ടാക്കി. എന്താണെന്നറിയാമോ? ഈ വാൽമീകി ഒരു പിടിച്ചുപറിക്കാരൻ ഡെക്കോയിട്ടായിരുന്നു. ആളുകളൊക്കെ പിടിച്ചു പറിക്കുന്ന ഒരാൾ. ആ പിടിച്ചു പറിച്ചുകൊണ്ടിരുന്ന സമയത്ത് സപ്തർഷികൾ വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ കുറ്റം നിൻ്റെ ഭാര്യ വീതം വയ്ക്കുന്നു പോയി ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു ഒക്കത്തില്ലാന്ന് പറഞ്ഞു. അങ്ങനെ വാൽമീകി മഹർഷിയായി മാറി. ഇത് ബ്രിട്ടീഷുകാരുടെ അങ്ങോട്ട് പ്രചരണം നടത്തി. മഹാനായ വാൽമീകിയെ പിടിച്ച് കൊള്ളക്കാരനാക്കി മാറ്റിക്കളഞ്ഞു ഈ ബംഗാളികൾ. ഇപ്പോൾ കേരളത്തിൽ പോലും പലരും വിശ്വസിക്കുന്നുണ്ട് ഈ ബംഗാളി ഉണ്ടാക്കിയ കള്ളക്കഥ. സൂർദാസ് രാമായണം എഴുതിയപ്പോൾ എന്തുകൊണ്ടെന്നറിയാമോ? ഇവനൊരു
ഒരു കാട്ടാളനായിരുന്നു. അരുത് മാൻ നിഷാദ എന്ന് പറഞ്ഞ വാൽമീകി, വാൽമീകി ഒരു കാട്ടാളനാണെന്ന് പറഞ്ഞുണ്ടാക്കി സൂർദാസൻ രാമായണത്തിൽ SC/ST വിഭാഗക്കാരനാക്കി. രാമായണം ഏകനാഥ് അങ്ങോട്ട് എഴുതിയപ്പം പറഞ്ഞു വാൽമീകി ഒരു മുക്കുവനായിരുന്നു. മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയുണ്ടായി മാറ്റം ഉണ്ടാക്കി മാറ്റിക്കളഞ്ഞു. ശുദ്ധ അസംബന്ധമാണ്. വാൽമീകി കൊള്ളക്കാരനുമല്ല, വാൽമീകി കാട്ടാളനുമല്ല, വാൽമീകി മുക്കുവനുമല്ല. വാൽമീകി മഹത്തായ സപ്തർഷികളിൽ ഒരാളാണ് വാൽമീകി. ദേവേന്ദ്രന് സംശയം ഉണ്ടായപ്പോൾ ദേവേന്ദ്രൻ വാൽമീകി വരട്ടെ എന്ന് പറഞ്ഞു. വാൽമീകി വിളിച്ച് ദേവലോകത്ത് കൊണ്ടുപോയി ദേവേന്ദ്രൻ സംശയം തീർത്തു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പുരാണിക്ക് അനുസരപ്പെടുത്തി വായിച്ചു നോക്ക്. വാൽമീകി സാത്വികയും കൃതവർമാവും യുദ്ധം ചെയ്യാണ്. ഭാഗവതത്തിൽ സാത്വികയും കൃതവർമാവും ചോദിച്ചു, മഹാനായ വാൽമീകി പറഞ്ഞ് നീ കേട്ടില്ലടാ, നീ ഇങ്ങനെയാണോടാ നിയമന്ത്രിച്ച് യുദ്ധം ചെയ്യുന്നത്? സാത്വികി കൃതവർമാവിനെ കറക്റ്റ് ചെയ്യാണ്. ഉദ്ധരിക്കുന്ന ആരാണ്? വാൽമീകിയെ. മഹാഭാരത യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ ഭരിക്കാൻ കയറി. വാൽമീകി വരികയാണ്. വാൽമീകി വന്നപ്പോൾ ഭഗവാൻ കൃഷ്ണ യുധിഷ്ഠിരൻ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽമീകി ചോദിച്ചു, എന്താടാ നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഇന്നത്തെ ദിവസം നിനക്ക് അറിഞ്ഞൂടെ? നീ ഇങ്ങനെ കുറച്ചുകൊണ്ടിരുന്നാൽ മതിയോ? യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ പ്രത്യേകത? ഇന്ന് ശിവരാത്രിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആരാണ് പരമശിവൻ നിനക്കറിയാമോ? പരമശിവനെ ആരാധിക്കാൻ എങ്ങനെയാണെന്നറിയാമോ? ശിവരാത്രി എങ്ങനെ ആരാധിക്കുന്ന അറിയാമോ? വാൽമീകി ഒരു ക്ലാസ് എടുക്കുക യുധിഷ്ഠിരന്. മഹാഭാരതത്തിലെ അനുശാസന പർവ്വം 112 അധ്യായം കംപ്ലീറ്റ് വാൽമീകിയുടെ ക്ലാസ്സാണ്. മഹാനായ സപ്തർഷിയെ പിടിച്ച് കൊള്ളക്കാരനാക്കി, കാട്ടാളനാക്കി, മുക്കുവനാക്കി, എന്തെല്ലാം പണി. ഇതെല്ലാം ബ്രിട്ടീഷുകാരൻ അടിച്ച് പുറത്തേക്ക് പബ്ലിഷ് ചെയ്ത് ഈ പുസ്തകത്തിനകത്തുനിന്ന്. 14-ാം നൂറ്റാണ്ടായപ്പോൾ തന്നെ രാമായണം കേരളത്തിലെത്തി. രാമകഥ പാട്ടെഴുതി ശ്രീരാമകവി, ശ്രീരാമനാണ് ഈ ശ്രീരാമകവി മലയാളത്തിലാക്കിയപ്പോൾ മലയാളികൾ ഈ രാമായണ കഥ കേട്ട്. മലയാളം എന്തെന്നറിയാമോ? രാമായണം ഇന്ന് കേരളത്തിൽ കൊണ്ടുവന്നു. സീത കുളിച്ച കുളം, സീതയും രാമനും കയറിപ്പോയ സ്ഥലം, ഇടുക്കി ഡാം ഉണ്ടാക്കാനായിട്ട് കുറവനും കുർത്തി മല, ഇവിടെ മഹത്തായ ഡാം ഉണ്ടാക്കാൻ സ്ഥലം കാണിച്ചു കൊടുത്താൽ ഈ കുറവനും കുർത്തി എന്ന് പറഞ്ഞാൽ സീത കുളിച്ചപ്പോൾ ഒളിച്ചു നോക്കി. ഇവിടുത്തെ SC/ST വിഭാഗക്കാരെല്ലാം പെണ്ണുങ്ങൾ കുളിക്കുന്ന ഒളിച്ചു നോക്കാൻ താഴ്ന്ന ജാതിക്കാരെ ആക്ഷേപിക്കുന്ന ഒരു കഥ ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഈ കുറവനും കുർത്തി മലയുണ്ടായിരുന്നു. രാമായണ കഥ കൊണ്ടുവന്നിട്ട് വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന കഥകളാണ്. എൻ്റെ അമ്മ ഇപ്പോൾ 112 സ്ഥലമുണ്ട് ശ്രീരാമൻ്റെ പേര് കേരളത്തിൽ. ഈ ശ്രീരാമകവി കൊണ്ടുവന്നാണ്. അത് കഴിഞ്ഞ് ഭക്തി പ്രസ്ഥാനത്തിലെ കഥകളായി മാറി. ഉഗ്രൻ രാമായണം എഴുതാൻ തുടങ്ങി. രാമചരിത മാനസ്, ഉഗ്രൻ രാമായണം 14,000 ശ്ലോകത്തിൽ. സൂർദാസ് ഹിന്ദിയിലാക്കിയപ്പോൾ 3,000 ശ്ലോകം ഉണ്ടായിരുന്നത്. രാമചരിത മാനസ് എഴുതിയപ്പോൾ തന്നെ രാമായണ കഥ ഏതാണ്ട് 15,000 ശ്ലോകത്തിലെത്തി. 16-ാം നൂറ്റാണ്ടായപ്പോൾ കേരളത്തിലേക്ക് രാമായണത്തിൻ്റെ ആധുനിക മലയാളത്തിൽ എഴുതിയുണ്ടാക്കി എഴുത്തച്ഛന് പഠിക്കാൻ അവകാശമൊന്നുമില്ലായിരുന്നു. ഒരു മുസ്ലിം പൈസ കൊടുത്തിട്ടാണ് എഴുത്തച്ഛനെ തമിഴ്നാട്ടിൽ വിട്ട് പഠിപ്പിച്ചത്. ആ മനുഷ്യൻ രാമായണം എഴുതി. ഓരോ സ്ഥലത്ത് രാമായണം എഴുതിയപ്പം രൂപാന്തരം വരുത്തി. തെക്കേ ഇന്ത്യയിലെ ഹിന്ദു രാജവംശത്തിൽ പ്രസിദ്ധമായ തമിഴ്നാട്ടിലെ കർണാടകത്തിലെ രാമേശ്വരം, ഹംപി തലസ്ഥാനമായി ഭരിച്ച വിജയനഗര എംപയർ, അതിലേറ്റവും പ്രസിദ്ധനായ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായൻ. കൃഷ്ണദേവരായൻ പറഞ്ഞു, എടാ ഈ രാമായണം നമുക്കൂടെ കൊണ്ടുവിടാ. ബാക്കിയുള്ളവരുടെ രാമായണം കൊണ്ടുപോയി തമിഴ്നാടും ആന്ധ്രയെല്ലാം കൊണ്ടുപോയി. അതുകൊണ്ട് കൃഷ്ണദേവരായ ഒരു തിയറി ഉണ്ടാക്കി. ഹനുമാൻ ജനിച്ചത് ഹംപിയിലാണ്, എൻ്റെ തലസ്ഥാനത്താണ് ഹനുമാൻ. അതുകൊണ്ടാണ് ഞാനിവിടെ പട്ടണമൊക്കെ പഠിച്ചിരിക്കുന്നത്. അങ്ങനെ കർണാടക ഒരു വീതം കിട്ടാൻ വേണ്ടി ഹനുമാനെ പിടിച്ച് ഹംപിയിൽ ജനിച്ച ആളാക്കി. ഞാൻ രാമായണം പറഞ്ഞെന്തിനാണെന്നറിയോ? ഉദാഹരണം പറഞ്ഞാണ്. നമ്മുടെ അറിവിനെയും ശാസ്ത്രത്തെയും ഓരോരുത്തരും അവൻ്റെ ഇഷ്ടം അനുസരിച്ച് തിരുത്തി ഉണ്ടാക്കിയ പണികളാണ്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയിലെ ആളുകളെ കൂട്ടക്കൊല ചെയ്യണം. ഇന്ത്യയെന്നറിയാൻ 1957 കോണ്ടൂറിൽ പോയ 5 യൂറോപ്യൻ സ്ത്രീകളെ മോളസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരൻ എന്തെന്നറിയാമോ? 8,500 പേര് വെടിവെച്ച് കൊന്നു. അവൻ ഉദ്ധരിച്ചെന്നറിയാമോ? സീതയെ കയറി പിടിച്ചതിന് പകരമായി ശ്രീരാമൻ രാക്ഷസന്മാരെ എല്ലാം കൂട്ടക്കൊല നടത്തി. ഞങ്ങളുടെ യൂറോപ്യൻ പെണ്ണുങ്ങളെ പിടിച്ച കാരണം നിന്നെയൊക്കെ കൂട്ടക്കൊല എനിക്ക് അങ്ങ് അവകാശമുണ്ട്. 8,500 വെട്ടിവെച്ച് കൊന്ന സായിപ്പ് രാമായണം ഉദ്ധരിച്ചിട്ടാണ്. ജാലിയൻവാല ബാഗിൽ 600 എണ്ണത്തിന് വെടിവെച്ച് കൊന്നു ബ്രിട്ടീഷുകാർ. എന്തോ ന്യായം പറഞ്ഞേ? ഞങ്ങളുടെ 5 പെണ്ണുങ്ങളെ വഴിയിലിട്ട് പിടിച്ചു. ആര്? സിഖുകാർ. അപ്പോൾ ഞാൻ സീതാദേവി കടന്നു പിടിച്ചുകൊണ്ട് രാവണൻ്റെ ആൾക്കാരെ കൊന്നില്ലേ? ഞങ്ങളതുകൊണ്ട് പകരം വീട്ടാണ് 620 എണ്ണത്തിനെ വേടി വെച്ച് കൊന്ന. ഒറ്റ സായിപ്പേ ഉള്ളൂ കേട്ടോ. വെടിവെക്കുന്ന 46 എണ്ണം ഇന്ത്യക്കാരനെ വെടിവെച്ച് കൊല്ലാണ്. ഒറ്റ സായിപ്പ് പറഞ്ഞതനുസരിച്ച് 50 രൂപ ശമ്പളം കിട്ടുന്നതിന് ചെയ്ത പണിയാണ്. രാമായണം ഉദ്ധരിച്ചിട്ടാണ് ജാലിയൻവാല ബാഗ് ഉണ്ടാക്കിയത്. കാലാകാലങ്ങൾ ഭരിച്ച ഭരണാധികാരികൾ
രാമായണത്തെ ഒരു ഉദാഹരണമായിട്ട് എടുത്താണ്. നമ്മുടെ വിശ്വാസമിതെ, നമ്മുടെ സംസ്കാരത്തെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊന്നും പോയി വഴിപ്പെട്ട് കളയരുത്. എല്ലാ മതങ്ങളുടെയും സാരാംശം മനസ്സിലാക്കണം. ഭാരതത്തിലെ ജനതയുടെ സാരാംശം മനസ്സിലാക്കണം. വളരെ കൃത്യമായിട്ട് സാരാംശം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ജനങ്ങളുടെ 30% നീഗ്രോയിഡ് പീപ്പിളാണ്, നീഗ്രോയിഡ്. പണ്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരുണ്ടാവാം, ഇവിടെ ജനിച്ചുള്ള ജനത ഉണ്ടാവാം. ഒറിജിനൽ ആദമൻ ഈവിൻ്റെ രക്തമുള്ള ആളുകളിൽ 60% തമിഴ്നാട്ടിലാണ്, മധുരയ്ക്കടുത്തുള്ള വില്ലേജിലാണ്. ഒറിജിനൽ മുസ്ലിങ്ങളും യഹൂദന്മാരും ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്ന ആദാമുണ്ടല്ലോ, ആദാമിൻ്റെ റിയൽ ഒറിജിനൽ ഹോമോ സാപ്പിയൻസ് ബ്ലഡ് കണ്ടെത്തിയിരിക്കുന്ന മധുരയിലാണ് 30%. ഇന്ത്യയിലെ ജനങ്ങളുടെ 60% ബ്ലഡ് മിഡിൽ ഈസ്റ്റേൺ ബ്ലഡാണ്. ബാബിലോൺ, സുമേരിയ, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളുടെ DNA ആണ് നമ്മുടെ DNA-യിൽ 60%. നമ്മുടെ DNA-യിൽ 10% ഇൻഡോ യൂറോപ്യൻ എന്ന് വിളിക്കുന്ന R1A, R1B ഉള്ള അപൂർവം 10% ഉള്ളൂ. അവർക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ഈ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്ന DNA. ഇതാണ് നമ്മൾ ഓരോരുത്തരും. അതിന് പകരമുള്ള കള്ളങ്ങളൊക്കെ എഴുതി വെച്ച് നമ്മൾ ഈ വെട്ടിൽ ചാടിച്ച് കളയരുത്. അതുകൊണ്ട് ഇതിൻ്റെ അന്തർധാരയിൽ ഈശ്വരവിശ്വാസത്തിലും ആത്മാവിൻ്റെ വിശ്വാസത്തിലും നമ്മുടെ ഇതിഹാസവും പുരാണങ്ങളുണ്ടായപ്പോഴും അതിൻ്റെ സാരാംശം, കേന്ദ്രീകൃത സാരാംശം ഒന്നാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. ഈ മതങ്ങൾ തമ്മിൽ ഗുസ്തി പിടിക്കാൻ പാടില്ല. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഞങ്ങളുടെ വേദപുസ്തകം എടുത്തങ്ങോട്ട് വായിക്കാൻ പോവാണ്. വായിക്കുമ്പോൾ എന്ത് പറ്റും? യേശുക്രിസ്തു പറയുകയാണ്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. എവിടുന്നാണ് എടുത്തിരിക്കുന്നത്? ഇന്ത്യയിലെ മഹത്തായ ഉപനിഷത്തിൽ നിന്ന്. സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപം. ഈശ്വരൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യാനൊക്കാത്ത പ്രേമമാണ്. ഗോഡ് ഈസ് ലവ്. യേശുക്രിസ്തു എടുത്തത് നമ്മുടെ ഉപനിഷത്തിൽ നിന്നാണ്. ദൈവം യേശുക്രിസ്തു പറഞ്ഞു, എല്ലാവരുടെ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ചോളാൻ പറഞ്ഞു. എവിടുന്നാണ് എടുത്ത? ഹിന്ദുക്കളുടെ ശിഷ്ടാഷ്ടകത്തിൽ നിന്ന്. ഹിന്ദുക്കൾ പറഞ്ഞെന്താണെന്നറിയോ? ന ജനം ന ധനം ന സുന്ദരി കവിതാംബ കാമലേശ കമയെ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹീത. ന ജനം ന ധനം ന സുന്ദരി. ജനത്തെയോ ധനത്തെയോ സുന്ദരിയോ കാമിക്കരുത്. നിന്നെ സൃഷ്ടിച്ച ഈശ്വരനെ എല്ലാവരുടെ ഉപരിയെ നീ സ്നേഹിച്ചു കൊള്ളണം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇന്ത്യയിലെ ശിഷ്ടാഷ്ടകമാണ്. മറ്റേ ചാണ്ടില്യ സൂത്രത്തിൽ നിന്നാണ് ആദ്യത്തത്. ഭഗവത്ഗീതയിൽ നിന്ന് 12 കൊട്ടേഷനാണ് യേശുക്രിസ്തു ഉപയോഗിക്കുന്നത്. മലമുകളിലെ പ്രസംഗത്തിൽ യേശുക്രിസ്തു 12 ഉദ്ധരണിയാണ് ഭഗവത്ഗീതയിൽ നിന്ന്. 12 ഉദ്ധരണി. നിന്റെ തലമുടിയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തു പറയുകയാണ്. എന്ത് ഭഗവത്ഗീതയാണ്? സത് ഉത്സേ ദുരീമേ ലോകാന കുര്യാകർമ്മ ചേതക. ഈ ശ്ലോകമാണ് യേശുക്രിസ്തു ഉദ്ധരിക്കുന്നത്. യേശുക്രിസ്തു പറയുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഭഗവാൻ ഭഗവത്ഗീത പറയുന്നതാണ്. സൂത്രേ മണികണാനുവ. ഞാൻ സൂത്രവും നിങ്ങളൊക്കെ മണികളുമാണെന്ന് പറയുന്നത് അതാണ് യേശുക്രിസ്തു. സൂത്രമൊന്നും അവന് മനസ്സിലാവുമോ? അവൻ മനസ്സിലാക്കുന്ന ഞാൻ മുന്തിരിവള്ളി, നിങ്ങളതിൻ്റെ ശാഖകളുമാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്. 12 ഉദ്ധരണിയാണ്. ഭഗവത്ഗീതാണ് സർമണോൺ പോകുന്ന വിശ്വപ്രസാദ പുസ്തകമുണ്ട്, എടുത്ത് വായിച്ചു നോക്ക്. നെറ്റ് കിട്ടും, നിങ്ങൾ അൺലോഡ് ചെയ്യാം. 12 ഉദ്ധരണി കാഴ്ചയാണ്. യേശുക്രിസ്തു മുടിനാപത്തിൻ്റെ കഥ പറയുകയാണ്. എവിടുന്നാണ് മുടിനാപത്തിൻ്റെ കഥ? ബുദ്ധ ഭഗവാൻ മാന്തോപ്പിലെ പ്രസംഗത്തിൽ പറയുന്ന കഥയാണ് മുടിനാപത്തിൻ്റെ കഥ. അത് യേശുക്രിസ്തു ഉദ്ധരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഒരു മതവും യുണീക്കല്ല. മറ്റു മതങ്ങളിൽ നിന്ന് കടമെടുത്തതാണ് നമ്മുടെയൊക്കെ മതവിശ്വാസം. യഹൂദൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും ഒക്കെ പൂർവ്വമാതാവെന്ന് കരുതുന്ന ഹവ്വ, ആദാവും ഹവ്വയും. ഹവ്വയെ അടക്കിയത് എവിടെയാണ്? സൗദി അറേബ്യയിലെ ജദ്ദായിൽ. ജദ്ദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? സൗദിയുടെ തലസ്ഥാനമേ ജദ്ദ. തലസ്ഥാനം വല്യമ്മയെ കബറടക്കിയ സ്ഥലം, ഈ ഹവ്വായെ കബറടക്കിയ സ്ഥലം. യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ അപ്പൻ യുവാക്കി അടക്കിയത് എവിടെയാണ്? ഒമാനിൽ. ഇപ്പോഴും ചെല്ലുന്ന കല്ലറ കാണാൻ പറ്റും. യഹൂദന്മാരുടെ വലിയ പ്രവാചകൻ യോബ്, ഞങ്ങൾക്ക് ജോബ്, മുസ്ലിങ്ങൾക്ക് അയൂബ്, അടക്കിയത് എവിടെയാ? ഒമാനിൽ. ആദാമിനെ അടക്കിയ സ്ഥലം എവിടെയാ? സൗദി അറേബ്യ. വേറെ ഒന്നുമല്ല. അപ്പോൾ എല്ലാ മതങ്ങളുടെയും കോമൺ സോഴ്സ് മനസ്സിലാക്കണം. ഒരു മതവും തമ്മിൽ വഴക്കുണ്ടാക്കരുത്, ഒരു ജാതി തമ്മിൽ വഴക്കുണ്ടാകും. ഇതിൻ്റെയൊക്കെ സാരം ഒന്നാണെന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിക്കാൻ കഴിഞ്ഞിരിക്കണം. രൂപമാറ്റങ്ങളുണ്ടാവും, ആ രൂപമാറ്റം മനസ്സിലാക്കണം. പക്ഷെ ബാക്കിയുള്ള കേന്ദ്രീകൃതമായ സംഗതി ഒന്നാണെന്ന് മനസ്സിലാക്കണം. വിവേകാനന്ദൻ പറഞ്ഞ് കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ഭ്രാന്താലയം മാറിക്കൊണ്ടിരിക്കുകയാണ്.
കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കുറച്ച് പുറത്തുകൊണ്ടുവരാൻ നോക്കി. ഇപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര സ്പീഡിൽ. എവിടെയെങ്കിലും പോയി ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പ്രസംഗിച്ച് പോയെങ്കിൽ 10 ദിവസം ചീത്ത വിളിയാണ്, ഒരു രക്ഷയില്ല. ക്രിസംഗികളും സംഘികളെല്ലാം അവരെല്ലാം കൂടെ ചീത്ത വിളിയാണ്. എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളി പ്രസംഗിച്ചുണ്ടെങ്കിൽ ചീത്ത വിളിയാണ്. മുഹമ്മദ് നബിയെ പറ്റി എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത വിളിയുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടത് നബിദിനത്തിന് പ്രസംഗിക്കുന്നതിനാണ്. ക്രിസംഗികളും മറ്റു സംഘികളെല്ലാം കൂടെ ആക്രമിച്ചുള്ളൂ, ഒരു രക്ഷയില്ല. കാര്യം എന്നറിയാമോ, ഇതിൻ്റെ സാരം ഇവനൊന്നും മനസ്സിലായിട്ടില്ല. ആത്യന്തികമായത് ഒന്നാണെന്ന് മനസ്സിലായിട്ടില്ല. ചുമ്മാ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കള്ളക്കഥയെല്ലാം അങ്ങോട്ട് വിശ്വസിച്ചോളുക. മാലിക്കവൻ ദിനാറും കൂടെ 72 എണ്ണവും കേരള തീരത്ത് വന്നു. ചേരമാൻ പെരുമാളെ പോയി കണ്ടു. പെരുമാൾ പറഞ്ഞു, അയ്യോ നിങ്ങൾ ആണുങ്ങൾ മാത്രം വന്നാൽ എങ്ങനെയാണ്, നിങ്ങൾക്ക് ഭാര്യമാരെ വേണ്ടേ? ഞാൻ തരാം നിങ്ങൾക്ക് ഭാര്യമാരെ. ഇന്ത്യയിൽ കേരളത്തിലെ 72 ഹിന്ദു സ്ത്രീകളെ അവർ കല്യാണം കഴിക്കാൻ കൊടുത്തു. ഒരു സ്ത്രീ ബ്രാഹ്മണ സ്ത്രീയായിരുന്നു. ആ ബ്രാഹ്മണ സ്ത്രീക്ക് ഉണ്ടായ മക്കളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പണക്കാട് ശിവാത്തങ്ങളുടെ വീട്. എല്ലാ മുസ്ലിമിൻ്റെ അമ്മ മൈറ്റോകോൺഡ്രിയൽ DNA എടുത്താൽ പ്യുവർ ഹിന്ദുവിൻ്റെ DNA ആണ് മൈറ്റോകോൺഡ്രിയൽ DNA. അപ്പൻ്റെ DNA എടുത്താൽ 10% വിദേശികളാണ്, 90% ഇന്ത്യയുടെ രക്തമാണ്, വേറെ എങ്ങുമല്ല. ഏക മുസ്ലിം ഡൈനാസ്റ്റി ഉണ്ട് കേരളത്തിൽ, നമ്മുടെ അറക്കൽ ബീവി. എങ്ങനെ ഉണ്ടായ? ചെറുക്കൽ രാജാവിൻ്റെ മുകളിൽ കുളിക്കാൻ പോയി, നീന്താൻ പോയി, അടിയൊഴുക്ക് കൂടുതലായിരുന്നു. അടിച്ച പുറത്തേയും കൊണ്ടുപോയാളെ കണ്ടുകൊണ്ടിരുന്നൊരു മുസ്ലിം എടുത്ത് ചാടി വെള്ളത്തിൽ. തീണ്ടത്തോടെയുള്ള കാലമാണ്. ആ പെൺകുട്ടിയെ നഗ്നയായിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ടു അവൻ്റെ ജീവൻ പണയം വെച്ചാൽ കരക്കൊണ്ടു. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ ശവാവേണ്ട എന്നെ നീയല്ലേ രക്ഷിച്ചത്, എൻ്റെ നഗ്നം നീ ഓൾറെഡി കണ്ടല്ലോ, ഇനി ഞാനങ്ങ് മുസ്ലിമാണെന്ന് പറഞ്ഞു. അറക്കൽ ബീവി ഉണ്ടായി. അറക്കൽ ബീവിയുടെ പ്രധാനമന്ത്രി ആരാണ്? ഹിന്ദു നായനാരന്മാരായിരുന്നു അറക്കൽ ബീവിയുടെ പ്രധാനമന്ത്രി, വേറെ ആളുമല്ല. സാമൂതിരി കൽപ്പന ഇട്ടു, മുസ്ലിം ലീഗിൽ ഈ രാജ്യത്തേക്ക് സമ്പത്ത് കൊണ്ടുവന്നതുകൊണ്ട് എല്ലാ ഹിന്ദു കുടുംബങ്ങളിൽ നിന്നും ഒരു മകനെ ഇസ്ലാമിൽ ചേരാൻ സമ്മതി. ഇപ്പോഴും ഇരിപ്പുണ്ട്, ആ ഓർഡർ അവിടെ ഇരിപ്പുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വന്നു, എന്തുണ്ടായി? എല്ലാവരെയും അവർ സ്വീകരിച്ച്. 700 കൊല്ലം ഇന്ത്യ ഭരിച്ച മുസ്ലിം ഹിന്ദു വിരുദ്ധരായിരുന്നെങ്കിൽ ഈ 8 ലക്ഷം ക്ഷേത്രം ഇന്ത്യയിൽ ഉണ്ടാവുമോ? യു പിയിൽ ഒരു ക്ഷേത്രം ബാക്കി ഉണ്ടാവുമോ? അവർ ഹിന്ദുക്കളെ ഉപദ്രവിച്ചില്ല. തന്നെയല്ല, അവരുടെ പ്രധാനമന്ത്രിമാരെ അവരെടുത്ത എവിടുന്നാണ്? അക്ബറുടെ പ്രധാനമന്ത്രി ആരാണ്? ബീർബൽ, ബ്രാഹ്മണനാണ്. അക്ബറുടെ ധനാര്യമന്ത്രി ആരായിരുന്നു? രാജാ തോണ്ടർമാൽ, വൈശ്യനാണ്. അക്ബറുടെ സേനാനായകൻ ആരാണ്? രാജാ മാൻസിംഗ്, രജപുത്രനാണ്, നമ്മുടെ സിഖുകാരനാണ് രാജാ തോണ്ടർമാൽ. അക്ബറിന് 4 ഭാര്യ ഉണ്ടായിരുന്നു. മെയിൻ ഭാര്യ ആരായിരുന്നു? ജോധാബായി. അവർക്ക് ഹിന്ദു വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കാൻ വേണ്ടി ഫത്തേപൂർ സിക്രിയിൽ അക്ബർ താമസിക്കുന്ന വീടിനോട് ചേർന്ന് ക്ഷേത്രം വെച്ചു കൊടുത്ത അക്ബർ. ഞാൻ ഫത്തേപൂർ സിക്രിയിൽ പോയി കണ്ടിട്ടുണ്ട്. ജോധാബായിയുടെ ഇസ്ലാം മതം സ്വീകരിക്കാൻ അക്ബർ പറഞ്ഞോ? ഇല്ല. അക്ബറുടെ മന്ത്രിസഭയിൽ 12-ൽ 8 മുസ്ലിം ഹിന്ദുക്കളാണ്. എന്നിട്ട് ഈ ഹിന്ദു സ്ത്രീ പ്രസംഗിച്ച മകനെ അക്ബർ പിൻഗാമിയാക്കി, സലീമിനെ, ജഹാംഗീറിനെ. മുസ്ലിം ഭാര്യമാരെ പ്രസവിച്ച ഒരു മോനെ പിടിച്ച് രാജാവായിക്കൂടായിരുന്നു? വല്ല കുഴപ്പമുണ്ടോ? ആക്കിയില്ല. ജോധാബായിയുടെ മോനെ ആക്കി. ജോധാബായി മരണം വരെ ഹിന്ദു ആയിരുന്നു. ഏറ്റവും കൂടുതൽ ചീത്തവിളി കേട്ട ഔറംഗസീബിനാണ്. ആ ഔറംഗസീബ് സംസ്ഥാന കമ്മിറ്റി 1 രൂപ ക്യാഷ് വാങ്ങിക്കാത്തൊരു മനുഷ്യൻ. അയാളുടെ പ്രധാനമന്ത്രി രാജ് തേജ് ബഹാദൂർ ഹിന്ദുവാണ്. ഔറംഗസീബിൻ്റെ സൈന്യത്തിലെ 85% ഹിന്ദുക്കളാണ്, 85%. ഒരു ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസീബ് പറഞ്ഞുകൊണ്ടല്ലോ, പിറ്റേ ദിവസം ഔറംഗസീബിനെ വെട്ടി ചുരുക്കാനായിരുന്നു ഔറംഗസീബിൻ്റെ സൈന്യം. ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഔറംഗസീബിൻ്റെ സൈഡായിരുന്നു. ടിപ്പു സുൽത്താൻ്റെ പ്രധാന ഭാര്യ ഹിന്ദുവാണ്, വടകരക്കാരി ഉണ്ണിച്ചാറ. ചിലർ ഉണ്ണിയാർച്ച എന്ന് തെറ്റി പറയുന്നു, ഉണ്ണിച്ചാറ. ഈ ഉണ്ണിച്ചാറയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ടിപ്പു താമസിക്കുന്നതിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രം വെച്ചു കൊടുത്തു. ശ്രീനഗറിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ആ ക്ഷേത്രം. മരണം വരെ ഉണ്ണിച്ചാറ ഹിന്ദുവായി തുടർന്നു. ഇതാണ് ഇന്ത്യയുടെ ചരിത്രം. ബ്രിട്ടീഷുകാരുണ്ടാക്കി കള്ളക്കഥയിൽ വിശ്വസിച്ചുള്ളത്. ഇന്ത്യ രക്ഷപ്പെടണമെങ്കിൽ ഞാനും മതചിന്തയ്ക്ക് അതീതമായി, ജാതിചിന്തയ്ക്ക് അതീതമായി ഒരുമിച്ച് ചെയ്യണം. ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കും. ഒരാൾ ഹിന്ദുവാണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കും. ഞാൻ ഹിന്ദു ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അതിനകത്തിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ മോസ്കിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഈ മുസ്ലിം വിളിക്കുന്ന അള്ളാഹുവും ഞാൻ വിളിക്കുന്ന യേശു തമ്പുരാൻ്റെ ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിവക്ഷേത്രത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഞാൻ കയറി തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന ആരോടാണ്? യൂണിവേഴ്സൽ ഗോഡ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവവും ആ ക്ഷേത്രനാഥൻ ദൈവവും ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി ഞാൻ തൊഴുത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ആചാരം
ഓരോ സ്ഥലത്ത് ആചാരം ഉണ്ടാവും. ഇന്ത്യയിൽ താമര ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് താമര വെച്ച് പൂജിക്കാൻ നമ്മൾ പഠിച്ചു. സഹാറാവിൽ പോയിട്ട് താമര വെച്ച് പൂജിക്കാൻ പറ്റുമോ? അവിടെ ഒന്നും താമര ഇല്ല, പറ്റിയല്ല. ജോർദാനിയുടെ തീരത്ത് യേശുക്രിസ്തു ജനിച്ചു വളർന്നുകൊണ്ട് വെള്ളം ഒഴിച്ചൊരു മാമോദിസ കണ്ടുപിടിച്ചു. യേശുക്രിസ്തു സഹാറ മരുഭൂമിയിലാണെങ്കിൽ വെള്ളം ഒഴിച്ച് മാംസം വെക്കാൻ പറ്റുമോ? യേശുക്രിസ്തു ഗ്രീൻലാൻഡിലാണെങ്കിൽ അവിടെ മഞ്ഞുള്ള സ്ഥലം, അവിടെ വെള്ളം ഒഴിച്ച് മാംസം വെക്കാൻ പറ്റുമോ? പറ്റിയല്ല.